Dear students, I am Rajan, Assistant Professor of Commerce, School of Distance Education, University of Calicut. Now this video, we intend to give some idea about accounting for management. It is a 5th semester paper for BCom and BBA programs. Accounting for management. Accounting, പല ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ കേട്ട് പരിചയമുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള കേട്ട് പരിചയമുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് കേട്ട് പരിചയമുണ്ട്. ഈ രണ്ട് അക്കൗണ്ടിങ്ങുകളാണ് മുൻകാലങ്ങളിൽ നിങ്ങൾ പഠിച്ചു പോന്നിരുന്നത്. പിന്നീട് ഉള്ള മറ്റൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് financial accounting informations are utilized for making adequate decision relating to the മാനേജ്മെൻറ്റിന് അകത്തുള്ള തീരുമാനങ്ങൾ, ഫ്യൂച്ചർ ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട, ഈ സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്യൂച്ചർ ലിക്വിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡാറ്റ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ, അതിൻ്റെ ഒരു ടൂളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ മേക്കിംഗ് ഡിസിഷൻസ് ഡാറ്റ കളക്റ്റഡ് ഫ്രം ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡാറ്റ, ബാലൻസ് ഷീറ്റിലെ ഡാറ്റ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഡാറ്റയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എടുക്കാനുള്ള ഒരു ടൂളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്യാൻ ബി വ്യൂഡ് ആസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് അക്കൗണ്ടിങ് എന്നാണ് പറയുക. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാനേജീരിയൽ ആസ്പെക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാനേജീരിയൽ ആസ്പെക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്തുള്ള മാനേജീരിയൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള മാനേജ്മെൻറ്റ് ഡിസിഷൻസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ സച്ച് എ വേ ആസ് ടു അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ ദി ക്രിയേഷൻ ഓഫ് പോളിസി ആൻഡ് ദി ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള മോണിറ്ററി ടേംസ്. ആ മോണിറ്ററി ടേംസ് എവിടെ നിന്ന് വരുന്നു? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൽ നിന്നുള്ള മോണിറ്ററി ടേംസുകൾ, മോണിറ്ററി ഐറ്റംസ് എടുത്തുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ദ ടേം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കമ്പോസ്ഡ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. It is the use of accounting information for discharging management functions. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ നടപ്പിലാക്കാനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉള്ള ഡാറ്റ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തെല്ലാം ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തിനൊക്കെക്കുറിച്ചാണ് പഠിക്കുന്നത്? First one, it provides data. Management accounting serves as a vital source of data for management planning. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ടോപ്പ് ലെവൽ മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഇതിൻ്റെ ഒരു വൈറ്റൽ സോഴ്സായിട്ട് പറയുന്നത്, ഡാറ്റയുടെ വൈറ്റൽ സോഴ്സായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ മേക്കിംഗ് എഫക്റ്റീവ് ഡിസിഷൻസ്. സെക്കൻഡ് വൺ, മോഡിഫൈസ് ഡാറ്റ. ഈ ഒരു ഡാറ്റ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കിട്ടിയ ഡാറ്റ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തരത്തിലേക്ക് മാറ്റുകയാണ്, മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഫിഗറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു പ്രോഡക്റ്റ് മന്ത്ലി എത്ര പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഏതൊക്കെ റീജിയനിൽ ഈ പ്രോഡക്റ്റ് ഇത്ര രൂപയുടെ പർച്ചേസ് നടത്തി, അല്ലെങ്കിൽ പ്രോഡക്റ്റ് വൈസ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ സപ്ലയർ വൈസ് ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ ടെറിറ്ററി വൈസ് ഡീറ്റെയിൽസോ ഒക്കെ ആയിട്ട് ഇത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇത്തരം ഫങ്ഷൻസും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്,
Analyze and interprets data. Analyze and interprets data. Analyze and interprets data. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഡാറ്റ നമ്മൾ അനാലിസിസിന് വിധേയമാക്കുന്നു. ഈ അനലൈസ് ചെയ്യുന്ന സമയത്ത് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 വർഷത്തെയോ അല്ലെങ്കിൽ 2 പീരീഡിലെയോ ഒക്കെ ഡാറ്റയാണ് നമ്മൾ അനാലിസിസിന് വിധേയമാക്കുക. അങ്ങനെ 2 വർഷത്തെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് സം ഇൻ്റർപ്രിട്ടേഷൻ ബിറ്റ്വീൻ ദീസ് ടു. നമ്മൾ ഈ 2 ഡാറ്റകളെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്ര സെയിൽസ് കൂടി, ഇത്ര സെയിൽസ് കുറഞ്ഞു, ഇത്ര പ്രോഫിറ്റബിലിറ്റി കൂടി, ഇത്ര കസ്റ്റമേഴ്സ് കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഇൻ്റർപ്രിട്ടേഷൻസും നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട്. അത്തരം വർക്കുകളും കൂടെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, സെർവ്സ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്. സെർവ്സ് ആസ് എ മീൻസ് ഓഫ് മീൻസ് വേയ്സ്. Management accounting provides a means of communicating management plans upward, downward and outward through the organization. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് ഈ ഒരു വേയ്സ് അല്ലെങ്കിൽ മീൻസ് ആയിട്ട് കാണുന്നത്. ഈ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നതൊക്കെ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. Next, facilitates control. Management accounting helps the translating given objectives and strategy into specified goals for attaining by a specified time and secures effective accomplishment of these goals in an efficient manner. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ള ഡാറ്റ നമ്മൾ കിട്ടുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ. ഏതൊക്കെ ഭാഗത്ത് എത്ര സെയിൽസ് കൂടുതൽ നടത്തേണ്ടതുണ്ട്, എത്രയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം ഘടകങ്ങളൊക്കെ ഇതിലൂടെ വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, യൂസസ് ആൾസോ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനും കൂടി വരുന്നു എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനും കൂടി ഇവിടെ യൂസ് ചെയ്യുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡസ് നോട്ട് റെസ്ട്രിക്റ്റ് ഇറ്റ് സെൽഫ് ടു ഫിനാൻഷ്യൽ ഡാറ്റ മാത്രമല്ല നമ്മളിവിടെ പരിഗണിക്കുന്നത്, പകരം ഈ ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡാറ്റയും കൂടി നമ്മൾ പരിഗണിക്കുന്നു. എന്ന് പറഞ്ഞാൽ സർവേകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പൈലേഷൻസ്, എൻജിനീയറിംഗ് റെക്കോർഡ്സ്, ഇതെല്ലാം നമുക്ക് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പരിധിയിൽ എന്തെല്ലാം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠന വിധേയമാക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷനാണ് നമ്മളിവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റയായിട്ട് നോക്കുന്നത്. ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് മാനേജീരിയൽ ഡിസിഷൻസ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങും അതുപോലെ പ്ലാൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്. മറ്റൊന്ന്, കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, മറ്റ് പലതരത്തിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആ കോസ്റ്റിംഗ് ടെക്നിക്കുകളൊക്കെ ഇവിടെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, റീവാലുവേഷൻ അക്കൗണ്ടിങ്. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് എൻഷുറിംഗ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് മെയിൻറ്റൈൻഡ് ഇൻടാക്ട് ഇൻ റിയൽ ടേംസ് ആൻഡ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിത്തിൻ ദിസ് ഫാക്ട് ആൻഡ് മൈൻഡ്. ദീസ് ആർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കുറച്ച് ഏരിയയും കൂടി ഇതിൽ വരുന്നുണ്ട്. ബഡ്ജറ്ററി കൺട്രോൾ. ഫോർത്ത് വൺ, ബഡ്ജറ്ററി കൺട്രോൾ. ദിസ് ഇൻക്ലൂഡ്സ് ഫ്രെയിമിംഗ് ഓഫ് ബഡ്ജറ്റ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചറാണ് ബഡ്ജറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ അത് വകയിരുത്തുകയാണ് ചെയ്യുക. അത് ആക്ച്വൽ പെർഫോമൻസും അതുപോലെ സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മളിത് ചെയ്യാറുള്ളത്. അതിലൂടെ നമ്മൾ വേരിയൻസ് ഒക്കെ കണ്ടെത്താറുണ്ട്. അതുപോലെ അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, രണ്ടിൻ്റെയും ആക്ച്വൽ പെർഫോമൻസും അതുപോലെ സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അത് കമ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ വേരിയൻസസ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ്, ഇൻവെൻറ്ററി കൺട്രോൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺട്രോൾ ഓവർ ഇൻവെൻറ്ററി ഫ്രം ടൈം
ഇറ്റ് ഈസ് അക്യൂർഡ് ടിൽ ഇറ്റ്സ് ഫൈനൽ ഡിസ്പോസൽ. ഈ ഒരു ഇൻവെൻ്ററി മീൻസ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കമ്പനിയിലേക്ക് എത്തുന്നത് മുതൽ അത് അൾട്ടിമേറ്റ് പ്രോഡക്റ്റായി മാറുകയോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തുകയോ ചെയ്യുന്നതിനിടയിലുള്ള എല്ലാ ഫങ്ഷൻസും വരുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻവെൻ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഏരിയ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന ചില ഗ്രാഫുകൾ, പിക്ചേഴ്സ്, ചാർട്ട്സ്, ഇൻഡെക്സ് നമ്പേഴ്സ്, അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ അനാലിസിസ് നടത്താറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻ്ററിം റിപ്പോർട്ടിംഗ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് ഉള്ളതാണ് ഇൻ്ററിം റിപ്പോർട്ടിംഗ്. ഇടക്കാല റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ പിന്നെ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഒക്കെ നമ്മൾ റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ഓരോ ഡാറ്റയുടെയും പിന്നെ മാനേജ്മെൻറ്റിന് മർമ്മപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് മാനേജ്മെൻറ്റ് ഇത്തരം റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാറുണ്ട്. അത്തരം ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ ക്വാർട്ടർലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ടാക്സേഷൻ ഇൻക്ലൂഡ്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടാക്സ് ലോസ്, ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ആൻഡ് മാർക്കറ്റ് മേക്കിംഗ് ടാക്സ് പേയ്മെൻറ്റ്സ്. നമ്മൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരും. ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ചുകൊണ്ടൊക്കെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഓഫീസ് സർവീസസ്. ദിസ് ഇൻക്ലൂഡ്സ് മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് സർവീസസ്. നമ്മൾ ഓഫീസ് മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റായിട്ട് നടന്നെങ്കിൽ മാത്രമാണ് ഈ മാനേജ്മെൻറ്റിന് ഈ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ടൈമിലി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്താറുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റിന് പുറമെ ആ സ്ഥാപനത്തിനകത്ത് ഏതെങ്കിലും ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താറുണ്ട്. ആ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിൽ ഈ കാര്യങ്ങളെല്ലാം ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് എടുത്ത ഡാറ്റയെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാറുണ്ട്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെർവ്സ് ആസ് എ സെൻറ്റർ ഫോർ കളക്ഷൻ ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. അതൊരു സെൻറ്ററാണ്, കളക്ഷൻ ആൻഡ് ഡിസമിനേഷൻ സെൻറ്ററാണ്. അത് നമ്മൾ ഡാറ്റ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും ഡാറ്റ മാനേജ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു, അത് അവിടെ നിന്നും തീരുമാനമാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ ഒരു MIS അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാറുണ്ട്. നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഡിഫറൻസ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളതാണ്. ഈ ഒരു ഏറ്റവും തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് distinction between financial accounting and management accounting. That means difference between financial accounting and management accounting. Financial accounting management accounting തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Financial accounting is concerned with the recording of day-to-day transactions of the business. Management accounting is to provide quantitative as well as qualitative to the management. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്?
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ടു ദി ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓണേഴ്സിനും ക്രെഡിറ്റേഴ്സിനും മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ട് പീരിയോഡിക്കൽ റെക്കോർഡ്സുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, പ്രിപ്പയർ ചെയ്ത് നൽകുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് അസിസ്റ്റ് ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിനകത്തുള്ള ഡിഫറൻറ്റ് ഡിവിഷൻസിനെയും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഡാറ്റ കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഡിവിഷൻസിൻ്റെയും പ്രോഫിറ്റബിലിറ്റിക്കും ലിക്വിഡിറ്റിയും മറ്റുമൊക്കെ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടും ഒക്കെ അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ഇവാലുവേഷനും വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പഴയ കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേച്ചർ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന നേച്ചർ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആയിരിക്കും. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നേച്ചർ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് പോളിസീസ്, നമ്മൾ ഭാവിയിൽ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്തെല്ലാം പ്ലാൻസും പോളിസീസും ഒക്കെയാണ് വേണ്ടത്, അതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് സബ്ജക്റ്റ് മാറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണോ സബ്ജക്റ്റ് മാറ്റർ, ഇവിടെ സബ്ജക്റ്റ് മാറ്റർ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ബിസിനസ് ആസ് എ ഹോൾ. ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ മോണിറ്ററി ആക്ടിവിറ്റീസിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇവിടെ ചെയ്യാറുള്ളത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് ഓൺലി ലിമിറ്റഡ് കവറേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും, പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ സ്ഥാപനത്തിനകത്തും കാണും. അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പോളിസീസും പ്രോഗ്രാംസും ഫ്രെയിം ചെയ്യാനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ലിമിറ്റഡ് കവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള മേഖലകളെ മാത്രം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടേക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ ഉപയോഗിക്കുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫ്ലെക്സിബിലിറ്റിയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫ്ലെക്സിബിളാണ്. ഹിയർ സ്റ്റാൻഡ്സ് ആസ് എ ഫിക്സഡ് ബൈ എക്സ്റ്റേണൽ ഹിയർ സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സഡ് ബൈ എക്സ്റ്റേണൽ പാർട്ടീസ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാറുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാറുള്ളത് എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രിപ്പയർഡ് only for those people who are the external parties of the organization, that is the government, owners, government and other creditors like this. But standards are fixed by management itself in the case of മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാറുള്ളത് മാനേജ്മെൻറ്റ് തന്നെയാണ്. ബിക്കോസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ലീഗൽ കമ്പൽഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സ്റ്റാറ്റ്യൂട്ടറി ഫോർ എവറി ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് മാൻഡാറ്ററി ഫോർ എവറി ബിസിനസ് ഓർഗനൈസേഷൻ ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വർക്ക് നിർബന്ധമായിട്ടും നമ്മളൊരു ഓർഗനൈസേഷനിൽ എല്ലാ സ്ഥാപനങ്ങളിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അഡോപ്റ്റഡ് ഓൺ വളണ്ടറി ബേസിസ്. ഇത് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പീരിയോഡിസിറ്റി ഓഫ് റിപ്പോർട്ടിംഗ്. ദ പീരിയഡ് ഈസ് ലോങ്ങർ പീരിയഡിലേക്കാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സാധാരണഗതിയിൽ ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് വരാറുള്ളത്. ഒരു വർഷത്തെ ഡാറ്റ മുഴുവൻ പരിശോധിക്കുകയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്.
ബട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് പ്രിപ്പയർഡ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്താണ് ഇത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ, precision in the case of financial accounting. Transactions are very accurate. നമ്മൾ ഒരിക്കലും ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയല്ല നമ്മളിവിടെ പരിചയപ്പെടുത്താറുള്ളത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പരിചയപ്പെടുത്താറുള്ളത്. പകരം ആക്യുറേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ഡാറ്റയാണ് നമ്മളിവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കൊടുക്കുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സംടൈംസ് അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് ആർ യൂസ്ഡ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഫിഗേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിക്കൊള്ളണമെന്നില്ല. യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ഇൻ ദി കേസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മറ്റൊരു ഡിഫറൻസ് ആണ്. യൂണിറ്റ് ഓഫ് അക്കൗണ്ട് റിക്കഗ്നൈസസ് ഹോൾ ബിസിനസ്. എല്ലാ ബിസിനസ്സിനകത്തുള്ള എല്ലാ ഏരിയകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒരു സ്ഥാപനത്തിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യൂണിറ്റുകളെയും ആ സ്ഥാപനത്തിന് മൊത്തമുള്ള മോണിറ്ററി ആക്ടിവിറ്റീസിനെ എല്ലാം ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പരിധിയിൽ കൊണ്ടുവരാറുണ്ട്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റിസൾട്ട്സ് ഓഫ് ദി ഡിവിഷൻസ്, ഒരു പർട്ടിക്കുലർ ഡിവിഷൻസിൽ എന്താണോ വേണ്ടത് അവിടേക്ക് പ്രോഗ്രാംസും പോളിസീസും ഫ്രെയിം ചെയ്യാൻ ഏത് ഡാറ്റയാണോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് വേണ്ടത് അവിടെയാണ് നമ്മളത് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ, കവറേജ് എൻറ്റയർ റേഞ്ച് ഓഫ് ബിസിനസ് ഇൻ മോണിറ്ററി ഐറ്റംസ്. നമ്മൾ ഏതാണ് ഇതിൻ്റെ ഏരിയ എന്നുള്ളതാണ്. കവറേജ് എവിടെയാണ്, കവറേജ് എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കവർ ചെയ്യുന്ന ഏരിയ ഏതൊക്കെയാണെന്ന്. ആ സ്ഥാപനത്തിൻ്റെ മോണിറ്ററി ഐറ്റംസ് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിൻ്റെ കവറേജ് വരുന്നത് നോൺ മോണിറ്ററി ഐറ്റംസ് ആർ കൺസിഡേർഡ്. നോൺ മോണിറ്ററി ഐറ്റംസ് ആർ, ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഐറ്റം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നോൺ മോണിറ്ററി ഐറ്റം കൂടെ കൺസിഡർ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ്, പബ്ലിക്കേഷൻസ് ആൻഡ് ഓഡിറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദി യൂസ് ഓഫ് പബ്ലിക്. നമ്മൾ പബ്ലിക്കിന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ നമ്മൾ പബ്ലിക്കിന് നിർബന്ധമായിട്ടും സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പക്ഷെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇറ്റ്സ് ഫോർ മാനേജ്മെൻറ്റ് ഓൺലി. മാനേജ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഡാറ്റ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. മറ്റൊരു ഡിഫറൻസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒരുപാട് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പോളിസീസും പ്രോഗ്രാംസും മറ്റുമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചില റൂൾസും റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് പല റൂളുകളുമാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. അത്തരം റൂൾസിൻ്റെയും കൺവെൻഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോ സച്ച് പ്രിൻസിപ്പിൾസ്. അത്തരം പ്രിൻസിപ്പിൾസ് ഒന്നും ഫോളോ ചെയ്യാറില്ല. കാരണം ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക മാത്രമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനുമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനുമാണ് ഇവിടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. Financial statement or final accounts are the summaries of financial accounts prepared periodically by the business. These are the end product of financial accounting. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് പ്രോഡക്റ്റുകളാണ്. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിംഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. മറ്റൊന്ന് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ അതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്.
മറ്റൊന്ന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെല്ലാമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് എവറി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് ഇത്. ഇനി ഇതിൽ ഒന്നാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളെല്ലാവരും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ബൈ ദി അക്കൗണ്ടൻസ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്. ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, statement of operation or statement of income. It is prepared according to the matching concept of അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലുള്ള മാച്ചിങ് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് സെയിൽസ്, നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരണം. അതേ സമയത്ത് നമ്മൾ ഗ്രോസ് സെയിൽസ്, അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഗ്രോസ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്ന സമയത്ത് നെറ്റ് സെയിൽസ് കിട്ടും. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എങ്ങനെയാണ് കിട്ടുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് കിട്ടും. അതിൽ നിന്നും ഇൻകം ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ കാണിക്കാറുള്ളത്, നമ്മൾ പഠിക്കാറുള്ളത്, നമ്മൾ ചെയ്യാറുള്ളതൊക്കെ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ റിസർവിലേക്കോ ഡിവിഡൻഡിലേക്കോ ഡ്രോയിങ്സിലേക്കോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി ചേഞ്ചസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി over the accounting period and discloses all appropriations made out of the net profit during the period and net surplus added to capital or ഓണേഴ്സ് ഇക്വിറ്റി. അതിൻ്റെ ഒരു ഫോർമാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. ആ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. അതുപോലെ ഈ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ അപ്രോപ്രിയേഷൻസ് ഔട്ട് ഓഫ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റിൽ നിന്നും നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള തുകകളാണ് പറയുന്നത്. ഡിവിഡൻഡ് കൊടുക്കുന്നത് മാറ്റി വെക്കേണ്ടതായിട്ട് വരും, ഡ്രോയിങ്സ് കൊടുക്കുന്നത് മാറ്റി വെക്കേണ്ടതായിട്ട് വരും, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാറ്റി വെക്കേണ്ടതായിട്ട് വരും, ട്രാൻസ്ഫർ ടു ഡിവിഡൻഡ് ഈക്വലേഷൻ ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും, ട്രാൻസ്ഫർ ടു സിങ്കിങ് ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ട് പിന്നെ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ക്യാരിഡ് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ അപ്രോപ്രിയേഷൻസ് എല്ലാം നമ്മൾ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ആക്ച്വലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ബാലൻസസ് ഓഫ് അക്കൗണ്ട്സ് ലെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ടുഗദർ വിത്ത് ദി ബാലൻസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളെല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ കൂടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസും ഇവിടെ വരികയാണ് ചെയ്യുന്നത്. ഇറ്റ് ഡിസ്ക്ലോസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ
എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ബാലൻസിങ് ഫിഗറാണ് ഇവിടെ വരാറുള്ളത്. നെക്സ്റ്റ് വൺ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫണ്ടിൻ്റെ ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാവുന്ന ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദി അക്കൗണ്ട് ഇയർ. ഒരു വർഷത്തിനകത്ത് ഓരോ വർഷവും ഒരു അക്കൗണ്ടിങ് പീരീഡിൽ വർക്കിംഗ് ക്യാപിറ്റലിന് ചേഞ്ചസ് ഉണ്ടാവാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയുമാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസോ ഡിക്രീസോ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡിസ്ക്ലോസസ് ദി സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ. It is also known as statement showing changes in financial position prepared on working capital basis. നെക്സ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മറ്റൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്ലോസസ് ദ മൂവ്മെൻറ്റ് ഇൻ ലിക്വിഡ് ക്യാഷ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. രണ്ട് ബാലൻസ് ഷീറ്റിലെ ഡേറ്റുകൾ തമ്മിലുള്ള ഒരു ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ പ്രീവിയസ് ഇയറും കറൻറ്റ് ഇയറും, ഈ രണ്ട് ബാലൻസ് ഷീറ്റിലുള്ള ഡേറ്റുകളിൽ വരുന്ന ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ കാണാറുണ്ട്. ഈ ക്യാഷ് ഇൻ ഹാൻഡിൽ ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പോൾ ഒരു 5000 രൂപയാണ് കഴിഞ്ഞ വർഷം ക്യാഷായിട്ട് വന്നത്, ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടുള്ളതെങ്കിൽ ഈ വർഷം ഇത് 50,000 രൂപയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഫ്ലോ ഓഫ് ക്യാഷ് ബിറ്റ്വീൻ ദി ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ അനാലിസിസ്. The term financial analysis, also known as analysis and interpretation of financial statement, refers to the process of determining the financial strength and weakness of the firm by establishing strategic relationship between the items of the balance sheet and profit and loss account and other operative data. ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ കൃത്യമായിട്ട് അനാലിസിസിന് വിധേയമാക്കിക്കൊണ്ട് ആ ഒരു ഡാറ്റ എന്താണ് പറയുന്നത് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഫിനാൻഷ്യൽ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫിനാൻഷ്യൽ അനാലിസിസിനെ 2 ടൈപ്പായിട്ട് നമ്മൾ പറയാറുണ്ട്. ഓൺ ദി ബേസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്, ഇൻറ്റേർണൽ അനാലിസിസ് എന്നും എക്സ്റ്റേണൽ അനാലിസിസ് എന്നും പറയാറുണ്ട്. Internal analysis is done by outsiders external analysis is done by outsiders who do not have access to detailed internal accounting records of the business firm. അതായത് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, ക്രെഡിറ്റ് ഏജൻസീസ് ആൻഡ് ജനറൽ പബ്ലിക്, ഇവരൊക്കെ ഇവരുടെ ഒരു ആക്സസ് do not have access to detailed internal accounting records. Internal analysis എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് this analysis is conducted by person who have access to internal accounting records. Internal accounting recordsകൾ പരിശോധിക്കാൻ കഴിയുന്ന ആളുകളെയാണ് കഴിയുന്നൊരു വിഭാഗമാണ് എംപ്ലോയീസും അതുപോലെ ഗവൺമെൻറ് ഏജൻസീസും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ആളുകളൊക്കെ. അവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഇൻറ്റേർണൽ റെക്കോർഡ്സ് പരിശോധിക്കാൻ പറ്റും. പക്ഷേ എക്സ്റ്റേണൽ അനാലിസിസിന് ഇവരുടെ ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഗവൺമെൻറ് ഏജൻസീസിനും ഇതൊന്നും പറ്റില്ല. പിന്നെ ഓൺ ദി ബേസ് ഓഫ് ദി മോഡസ് ഓപ്പറാൻഡി, ഹോറിസോണ്ടൽ അനാലിസിസ് എന്നും വെർട്ടിക്കൽ അനാലിസിസ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓർ ഡിവൈസസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഡിവൈസസുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അത്തരം ചില ഡിവൈസസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കമ്മിങ് ചാപ്റ്ററുകളിലൊക്കെ വരുന്നതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത്. വേരിയസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിൽ പലതരത്തിലുള്ള ടെക്നിക്കുകളും ടൂൾസുകളും ഉപയോഗിക്കുന്നുണ്ട്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൂൾസ് ഈസ് ദ റേഷ്യോ അനാലിസിസ്.
ഈ റേഷ്യോ അനാലിസിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾസ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റകളെ ഓരോ വിഭാഗമായിട്ട് തിരിച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും റിലേഷൻഷിപ്പുകളെ കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഇൻ്റർപ്രിട്ടേഷൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് റേഷ്യോ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ റേഷ്യോ അനാലിസിസ് ആണ്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് ടൂൾസുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഹോറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയും. രണ്ടാമത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയും. മറ്റൊന്ന് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയും. മറ്റൊന്ന് ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഇതൊക്കെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ അനാലിസിസിനും ഇൻ്റർപ്രിട്ടേഷനും വിധേയമാക്കാൻ ഉപയോഗിക്കുന്ന ചില ടൂൾസുകൾ. ഈ ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്കുള്ള ഡാറ്റകളെ പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്നും നിഗമനങ്ങളിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ കമ്പാരറ്റീവ് സ്റ്റഡി നടത്തുകയാണ്. നമ്മൾ 2 വർഷത്തെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും ഈ പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും ഡാറ്റകളെ തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് എവിടെ എത്ര കൂടി എത്ര പെർസെൻറ്റേജ് കൂടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമ്മൾ നടത്താറുള്ളത്. അതിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അനാലിസിസിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ 2 രൂപത്തിൽ നമ്മൾ ഈ ബാലൻസ് ഷീറ്റിനെയും അനാലിസിസിന് വിധേയമാക്കാറുണ്ട്. അതുപോലെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് presents side-by-side information about entities, assets, liabilities and shareholders' equity as of multiple points in time. നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിലുണ്ടാവുന്ന ഓൺഡ് ഫണ്ട്, ബോറോഡ് ഫണ്ട്, അതുപോലെ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഇങ്ങനെയുള്ള ഈ ആസ്പെക്റ്റുകളെ ഒക്കെ കഴിഞ്ഞ വർഷത്തെ സിമിലർ ആസ്പെക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. നോക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഫോളോയിങ് ആർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കൺസേൺ ഫോർ ദി ഇയർ 2010 ആൻഡ് 2011. പ്രിപ്പയർ എ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റഡി ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ. ഒരു 2 വർഷത്തെ ബാലൻസ് ഷീറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. എമൗണ്ട് കോളം നോക്കുക, 2010 എന്നും 2011 എന്നും കൊടുത്തിട്ടുണ്ട്. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 12% ഡിബഞ്ചേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇത്രയും വരുന്ന ഐറ്റമാണ് ബാലൻസ് ഷീറ്റിലുള്ളത്. നോക്കുക, 2 വർഷത്തെയും ഡാറ്റകൾ നമ്മൾ നോക്കുക. ഈ 2 വർഷത്തെയും ഡാറ്റകൾ പരിശോധിച്ചുകൊണ്ട് ഈ 2 വർഷവും ഇപ്പോൾ കഴിഞ്ഞ 2010 അപേക്ഷിച്ചു 2011 എത്രത്തോളം ആണ് ഇവിടെ ഇൻക്രീസ് വന്നിട്ടുള്ളത്, അതെത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് ഇവിടെ ബാലൻസ് ഷീറ്റിനെ കമ്പാരറ്റീവ് സ്റ്റഡിക്ക് വിധേയമാക്കുന്നത്. നോക്കുക, ഇതിന് ലയബിലിറ്റീസ് എന്നും ലയബിലിറ്റീസിൽ തന്നെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടെന്നും ബോറോഡ് ഫണ്ടെന്നും 2 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിക്കാം. നമ്മൾ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ബോറോഡ് ഫണ്ട് നമ്മൾ കാണാറുള്ളത് നമ്മൾ പുറമേ നിന്നും നമ്മൾ കടമായിട്ട് എടുക്കുന്ന ഫണ്ടുകളാണ് നമ്മൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുക. ഇപ്പോൾ ഡിബഞ്ചേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇതൊക്കെ ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഓൺഡ് ഫണ്ടെന്നും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടെന്നും ബോറോഡ് ഫണ്ടെന്നും ഇതിനെ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. നോക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2010 3000 രൂപയായിരുന്നു, 2011 4000 രൂപയായി. എങ്കിൽ 1000 രൂപയുടെ ഇൻക്രീസാണ് അവിടെ വന്നിട്ടുള്ളത്. 1000 രൂപയുടെ ഇൻക്രീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1000 രൂപയുടെ ഇൻക്രീസാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ അത് 1000 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ 33.1000 എന്ന് പറഞ്ഞാൽ 3000ൻ്റെ എത്ര പെർസെൻറ്റേജാണ്? ഇവിടെ 33 1/3% ആണ്. അതായത് 1000 ഡിവൈഡ് ബൈ 3000 ഇൻറ്റു 100 33 1/3% ആണ്. നമുക്ക് ജനറൽ റിസർവ് നോക്കുക. ജനറൽ റിസർവ് 3000 തന്നെയായിരുന്നു, 2 വർഷവും 3000 തന്നെയാണ്. അതിൽ ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടില്ല.
പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര എത്രയാണ് വന്നത്? 1400ഉം 2660ഉമാണ്. അപ്പോൾ 1400 2010-ൽ, 2011-ൽ അത് 2660 രൂപയായി. എങ്കിൽ 1260 രൂപയുടെ വർധനവാണ് അവിടെ വന്നിട്ടുള്ളത്. 1260 രൂപയുടെ വർധനവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1260 ഡിവൈഡ് ബൈ 1400 എന്ന് പറഞ്ഞാൽ 1400 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 90% ആണ്. ഇത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 2010-ൽ 7400 2011-ൽ 9660 കിട്ടി എന്ന് പറഞ്ഞാൽ 2260 രൂപയുടെ ഇൻക്രീസാണ് അവിടെ വന്നിട്ടുള്ളത്. എങ്കിൽ 2260 രൂപ എന്ന് പറഞ്ഞാൽ 7400-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് പറയുക. 2260 ഡിവൈഡ് ബൈ 7400 30.54% അവിടെ ഇൻക്രീസാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, ഈ ബോറോഡ് ഫണ്ടിൽ നിന്നും 12% ഡിബഞ്ചേഴ്സ് നമ്മൾ ഇവിടെ നോക്കുക. ഡിബഞ്ചേഴ്സ് 5000 4000 ആണ്. 5000 4000 അപ്പോൾ 1000 രൂപയുടെ ഡിക്രീസാണ് വന്നത്. ഡിക്രീസ് വന്ന സമയത്ത് നോക്കുക, നമ്മൾ ഇവിടെ ഡിക്രീസ് വരുമ്പോൾ നമ്മുടെ ബുക്കിലൊക്കെ കാണിക്കുന്നത് മൈനസ് എന്നിടാതെ അത് ബ്രാക്കറ്റിലിടുക. ബ്രാക്കറ്റിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പിന്നെ അത് ഡിക്രീസ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജും 20% ആണ് അവിടെ വരുന്നത്. ഈ 20% എങ്ങനെയാണ് വരുന്നത്? 1000 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100 ആണ്. അപ്പോൾ 20% എന്ന് പറ്റും. സൺഡ്രി ക്രെഡിറ്റേഴ്സ് നോക്കുക. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എത്രയാണ് ഇവിടെ വരുന്നത്? 630ഉം 720ഉമാണ്. എങ്കിൽ 90 രൂപയുടെ ഇൻക്രീസാണ് അവിടെ വന്നിട്ടുള്ളത്. എങ്കിൽ അത് 90 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് വന്നത്? 14.28 ആണ്. അതുപോലെ ബിൽസ് പേയബിൾ 80, അതുപോലെ 150 ആണ് 70യുടെ. അങ്ങനെ ഇതുപോലെ നമ്മൾ അസറ്റിനെയും ഇതുപോലെ നമ്മൾ ഫിക്സഡ് അസറ്റെന്നും കറണ്ട് അസറ്റെന്നും നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിലുള്ള ഡാറ്റകളെ 2 വർഷത്തെ 2010-ലെയും 2011-ലെയും 2 വർഷത്തെ ഡാറ്റകളെ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുക, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും ഡാറ്റകൾ പരിശോധിച്ചുകൊണ്ട് അതിൽ വന്ന ഇൻക്രീസും ഡിക്രീസും കാണിക്കാൻ വേണ്ടിയാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നോക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ABC ലിമിറ്റഡ്. സെയിൽസ് 120% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 120% സെയിൽസ് എന്ന് പറഞ്ഞാൽ 2008-ൽ 180% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 150% ഇവിടെ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 20 ലാക്കാണ് 2007-ൽ. 2008-ൽ 25 ലാക്കാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ 10% ഓഫ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ 10% ആണ് ഇവിടെ പറയുന്നത്. പിന്നെ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇവിടെ സെയിൽസ് നമ്മൾ നോക്കുക. സെയിൽസ് നമ്മളോട് എന്താ പറഞ്ഞത്? 120% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടുണ്ട് 20,000 ആണ്. 20 ലാക്കാണ് ഇവിടെ തന്നിട്ടുള്ളത് 2007-ൽ. അപ്പോൾ 20 ലാക്ക് ഇൻറ്റു 120% എന്ന് പറയുമ്പോൾ 24 ലാക്ക് വരും. അതുപോലെ 2008-ൽ 150% ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് പറയുന്നത്. അപ്പം 150% എന്ന് പറയുമ്പോൾ ഇവിടെ 25 ലാക്സിൽ നിന്നും 25 ലാക്സ് ഇൻറ്റു 150% 1,35 lakhs എന്ന് പറയുന്നിട്ട് വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചേഞ്ചസ് 37,50,000 എന്നാണ് വരിക. 2008-ൽ 37,50,000 37,50,000. അപ്പോൾ 13,50,000 രൂപയുടെ ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്, ഇൻക്രീസ് അവിടെ വന്നിട്ടുണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? ഇങ്ങനെ സെയിൽസ് ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ 10% ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 10% ഓഫ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ 10%. 2007-ൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4 ലാക്കാണ്.
2008 ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 12,50,000 ആണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ 50%, 10% എന്ന് പറഞ്ഞാൽ 4 ലാഖിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 40,000 എന്നും 12,50,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1,25,000 അങ്ങനെ 85,000 എന്നാണ് അവിടെ കിട്ടുന്നത്. 40,000 രൂപ 1,25,000 രൂപയെങ്കിൽ 85,000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് ഇത്രയാണ്. പിന്നെ ബിഫോർ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് എത്രയാണെന്നാണ് ഇവിടെ പറയുന്നത്. ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2007 4 ലക്ഷത്തിൽ നിന്നും 40,000 കുറച്ച് കഴിഞ്ഞാൽ 3,60,000 എന്നും 2008 1,25,000 നിന്നും 12,50,000 നിന്നും 1,25,000 കുറച്ച് കഴിഞ്ഞാൽ 11,25,000 എന്ന് വരും. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ 5,62,500 എന്ന് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻക്രീസും ഡിക്രീസും നോക്കുക. ഇങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റും കമ്പാരറ്റീവ് അനാലിസിസിൽ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ ചെയ്യാറുള്ളത്. Common size statement examines the proportion of single line item to the total statement. For balance sheet, all assets are expressed as a percentage of total assets, while liabilities and equities are expressed as a percentage of total liabilities and shareholders' equity. നമ്മൾ ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റത്തെ ടോട്ടൽ അസറ്റിനെ 100 ആയിട്ടാണ് നമ്മൾ എടുക്കുക. 100% ആയിട്ടാണ് നമ്മൾ എടുക്കുക. ടോട്ടൽ അസറ്റിനെ നമ്മൾ 100% ആയിട്ടാണ് എടുക്കുക. ടോട്ടൽ അസറ്റിനെ നമ്മൾ 100% ആയിട്ട് എടുത്തുകൊണ്ട് ഈ ടോട്ടൽ അസറ്റിൽ എത്ര പെർസെൻറ്റേജ് ഓരോ ഐറ്റം വരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണ്, ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ 10 ലക്ഷം രൂപയാണ് ടോട്ടൽ അസറ്റെങ്കിൽ അതിൽ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ ആണെങ്കിൽ അവിടെ 10% ആയിരിക്കും അവിടെ വരിക. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡും ഇതുപോലെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ചെയ്യാറുണ്ട്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ചെയ്യാറുണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ചെയ്യാറുള്ളത് നോക്കുക, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2010-ലെയും 2011-ലെയും ഡാറ്റ ടോട്ടൽ അസറ്റുകളും ടോട്ടൽ ലയബിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെൻറ്ററി, ടോട്ടൽ ഫിക്സഡ് അസറ്റ്സ് അതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ് എന്ന് വരും. 2010-ലെയും 2011-ലെയും ഐറ്റം വരുന്നുണ്ട്. 2010-ലെയും 2011-ലെയും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്സ് പേയബിൾ, അക്രൂഡ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം ഡെപ്റ്റുകൾ, അതുപോലെ തന്നെ ലോങ് ടേം ഡെപ്റ്റുകൾ, അതുപോലെ അതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി വരും. അതുപോലെ ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇനി ഇതിൽ കാണിക്കുന്നത് ടോട്ടൽ അസറ്റുകളെയും ലയബിലിറ്റീസുകളെയും അസറ്റുകളുടെ ടോട്ടലിൽ ക്യാഷ് എത്ര പെർസെൻറ്റേജ് ആണ്. 2010-ലെയും നമ്മൾ നോക്കുക, 4 കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2010, 2011, 2010-ലെയും 2011-ലെയും പെർസെൻറ്റേജാണ് അവസാനത്തെ 2 കോളത്തിൽ വന്നിട്ടുള്ളത്. അതായത് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ 15,800 രൂപയാണ്. അത് 15,800 രൂപ എന്ന് പറഞ്ഞാൽ ക്യാഷ് 1,200 രൂപയാണ്. അപ്പോൾ 15,800 രൂപയുടെ എത്ര ശതമാനമാണ് 1,200? അതാണ് 2010 കോളത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ക്യാഷിൻ്റെ നേരെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 1,200 ഡിവൈഡ് ബൈ 15,800 ഇൻറ്റു 100, അതാണ് 7.6%. അതാണ് 2010-ലെ ടോട്ടൽ അസറ്റിൽ ക്യാഷിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അക്കൗണ്ട്സ് റിസീവബിളും ഇൻവെൻറ്ററിയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടും. പിന്നീട് ഫിക്സഡ് അസറ്റ് 15,800-ൽ 6,200 എന്ന് പറഞ്ഞാൽ 39.2%. അങ്ങനെ ഓരോ കോളവും നമ്മൾ ചെയ്യുന്നു. കറണ്ട് ലയബിലിറ്റീസും അതുപോലെ തന്നെ ചെയ്യുകയാണ്.
അക്കൗണ്ട്സ് പേയബിൾ, അക്രൂഡ് ഇൻകം, ഷോർട്ട് ടേം ഡെപ്റ്റ് അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കിട്ടും. നോക്കുക, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് നോക്കുക 36,680 ആണ്. 3680 അതുപോലെ തന്നെ നോക്കുക, ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസിൻ്റെ ആണ് എടുക്കേണ്ടത്. ടോട്ടൽ ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ 15,800ൻ്റെ 2,400 എത്ര ശതമാനമാണ്? അത് 15.2%. അക്രൂഡ് എക്സ്പെൻസസ് ആയിട്ടുള്ള 480 15,800ൻ്റെ എത്ര ശതമാനമാണ്? ടോട്ടൽ ഷോർട്ട് ടേം ഡെപ്റ്റ് ആയിട്ടുള്ള 800 എന്ന് പറഞ്ഞാൽ 15,800ൻ്റെ എത്ര ശതമാനമാണ്? അങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. അതുപോലെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകളും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകളെയും ടോട്ടലിനെ നമ്മൾ എടുക്കുകയാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ ഫിഗറാണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഈ സെയിൽസിൽ ഈ ബാക്കിയുള്ള എക്സ്പെൻസുകളൊക്കെ എത്ര ശതമാനം വരുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. സെയിൽസ് 2010ലെയും 2011ലെയും ഡാറ്റ തന്നിട്ടുണ്ട്, എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. എക്സ്പെൻസസ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് തന്നിട്ടുണ്ട്. നോക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഇയർ എൻഡിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2006ലെയും 2007ലെയും ഡാറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 500 ആണ്. ആ 500 എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഫിഗറാണ്, അതുകൊണ്ട് അത് 100%. 2007ൽ 700 ആണ് സെയിൽസ്, അതും 100% ആണ് വരുന്നത്. ഈ 100% സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് ഫിഗർ ആയതുകൊണ്ടാണ് അതിനെ 100% ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് നോക്കുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 325 രൂപയാണ്. 325 രൂപ 500ൻ്റെ എത്ര ശതമാനമാണ്? 65%. അതാണ് ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ എഴുതി നോക്കുക. 325 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 65 ആണ്. അതുപോലെ 510 ഡിവൈഡഡ് ബൈ 700 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 72.86. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കൊണ്ടുവരികയാണ്, നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുകയാണ് ഇവിടെ പതിവ്. മറ്റൊന്ന് ട്രെൻഡ് അനാലിസിസ് ആണ്. ട്രെൻഡ് മീൻസ് എ ടെൻഡൻസി. നമ്മളൊരു ടെൻഡൻസി കാണിക്കുന്നതാണ്. ഇവിടെ ഒരു പ്രീവിയസ് ഇയറിനും കറണ്ട് ഇയറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ടെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. നോക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ട്രെൻഡ് പെർസെൻറ്റേജ് ഫോർ ദി ഫോളോയിങ് ഫിഗേഴ്സ് എക്സ് ലിമിറ്റഡ് ടേക്കിംഗ് 2004 ആസ് ദി ബേസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദം. 2004നെ നമ്മൾ ബേസ് ആയിട്ടാണ് എടുക്കുന്നത്. 2004നെ ബേസാക്കി എടുത്തുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ എത്ര പെർസെൻറ്റേജിൽ ഓരോ വർഷവും 2004നെ ബേസാക്കി എടുത്തുകൊണ്ട് 2005ലും 6ലും 7ലും 8ലും 8ലും ഒക്കെ നടന്നിരിക്കുന്ന എത്ര പെർസെൻറ്റേജാണ് ഇവിടെ കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നോക്കുക, 2004 സെയിൽസ് വന്നിട്ടുള്ളത് 1881 അത് ട്രെൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100%. 2005 സമയത്ത് 2340 വന്നത്. 2340. അപ്പോൾ 1881ൽ 2340 ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ എത്ര ശതമാനം കൂടി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2340 ഡിവൈഡ് ബൈ 1881 ഇൻറ്റു 100 124% കൂടിയിട്ടുണ്ട്. പിന്നീട് 2006ൽ 2665 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അത് എത്രയാണ്? 2655 ഡിവൈഡ് ബൈ 1881 ഇൻറ്റു 100 141%. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെയും നമ്മൾ നോക്കുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 2004ൽ 709 അത് 100%. പിന്നീട് 781 ആ 781 എന്ന് പറഞ്ഞാൽ 110% ആയി എന്നുള്ളതാണ്. അപ്പോൾ 781 ഡിവൈഡ് ബൈ 709 ഇൻറ്റു 100. 2006ൽ 816 അപ്പോൾ 816 ഡിവൈഡ് ബൈ 709 ഇൻറ്റു 100 115%. അങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാറുള്ളത്. റേഷ്യോ അനാലിസിസ്. The ratio analysis is one of the powerful tools of financial analysis. ഫിനാൻഷ്യൽ അനാലിസിസിനെ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ അനാലിസിസിന് വിധേയമാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ റേഷ്യോ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
It is the process of establishing and interpreting various ratios. It is with the help of ratios that the financial statements can be analyzed more clearly and decisions made from such analysis. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഏരിയയെയും അനാലിസിസിന് വിധേയമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. A ratio is the simple arithmetical expression of the relationship of one number to another. നമ്മൾ ഏതെങ്കിലും ഒരു ഫിഗറിനെ, രണ്ട് ഫിഗറുകളെ നമ്മൾ കമ്പാരിറ്റീവിന്, അതിൻ്റെ രണ്ട് ഫിഗറുകളുടെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാണ്, അത് മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാണ് ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Ratio analysis is a technique of analysis and interpretation of financial statement. It is the process of establishing and interpreting various ratios for helping in making certain decisions. ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ റേഷ്യോയുടെ ഭാഗമായിട്ട് രണ്ട് ഡാറ്റയെ നമ്മൾ ഇവിടെ അനാലിസിസിന് വിധേയമാക്കുന്നു. അത് അരിത്തമെറ്റിക്കൽ ടേംസിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യൂസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് കൊണ്ടുള്ള ഗുണം എന്താണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? മാനേജീരിയൽ യൂസസ്, മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ മാനേജീരിയൽ പർപ്പസിന് വേണ്ടി ഇതെല്ലാം ഏതൊക്കെ തരത്തിൽ ഗുണകരമാവുന്നു എന്നുള്ളതാണ്. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫോർകാസ്റ്റിംഗ്, മുൻകൂട്ടി കാണുക, നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത കമ്മിങ് പീരീഡിൽ എന്തെല്ലാം ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടതായിട്ട് വരും, അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹെൽപ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇൻഫർമേഷൻ. ഹെൽപ്സ് ഇൻ കോർഡിനേറ്റിംഗ് ദ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഹെൽപ്സ് ഇൻ കൺട്രോൾ, നമ്മൾ ആ സ്ഥാപനത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, യൂട്ടിലിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോ ഇതിനോടുള്ള ഗുണം എന്താണ്? ദ ഇൻവെസ്റ്റർ ഈസ് പർട്ടിക്കുലർലി ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ എത്രത്തോളം ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനൊക്കെ താല്പര്യമുണ്ടായിരിക്കും. ആ ഒരു കാര്യം ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ പരിശോധിച്ചുകൊണ്ട് റേഷ്യോ അനാലിസിസിലൂടെ കണ്ടെത്താവുന്നതാണ്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ്. ദ ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലയേഴ്സ് എക്സ്റ്റെൻഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ് ടു ദി കൺസേൺസ്. ദേ ആർ ഇൻട്രസ്റ്റഡ് ടു നോ വെദർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ വാറണ്ട്സ് ദെയർ പേയ്മെൻറ്റ് അറ്റ് ദി സ്പെസിഫൈഡ് ടൈം ഓർ ഡെപ്റ്റ്. ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഷോർട്ട് ടേം ക്രെഡിറ്റ് കൊടുക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക്. ഇവർക്ക് ഇത് റീപേ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ക്യാഷ് തിരിച്ചു തരാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ സ്ഥാപനത്തിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനുള്ള താല്പര്യം ഇവർക്കുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ, ഈ റേഷ്യോ അനാലിസിസിലൂടെയൊക്കെ ഇത്തരം പ്രോഫിറ്റബിലിറ്റി, സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കാൻ ഇതിലൂടെ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസ് ആർ ആൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ, എസ്പെഷ്യലി പ്രോഫിറ്റബിലിറ്റി, ബിക്കോസ് ദെയർ വേജ് ഇൻക്രീസസ് ആൻഡ് എമൗണ്ട് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ റിലേറ്റഡ് ടു ദി വോളിയം ഓഫ് പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദി കൺസേൺസ്. നമ്മൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വേജ് ആവശ്യപ്പെടാനും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ് കൂട്ടിത്തരാനും വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെടണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഈ റേഷ്യോ അനാലിസിസിലൂടെ ഓരോ ഘടകങ്ങളെയും കൃത്യമായിട്ട് പരിശോധിക്കുന്നത് കൊണ്ട് ഇതിലൂടെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി ടു ഗവൺമെൻറ് ഈസ് ഇൻട്രസ്റ്റഡ് ടു നോ ദ ഓവറോൾ സ്ട്രെങ്ത് ഓഫ് ദി ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിയുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള താല്പര്യം ഗവൺമെൻറ്റിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഈ ഒരു ഡാറ്റ ഇതിലൂടെ കിട്ടുന്നു, ഈ ഒരു റേഷ്യോ അനാലിസിസിലൂടെ കിട്ടുന്നു. ടാക്സ് ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ്. ക്ലോസ് 32 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് റിക്വയേഴ്സ് ദാറ്റ് ദി business should calculate gross profit or turnover, net profit or turnover, stock in trade or turnover, and material consumed or finished goods are produced ratios. നമ്മൾ ഇവരെ സംബന്ധിച്ച് ടാക്സ് അതോറിറ്റീസിനെ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഡാറ്റ ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്.
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസിനെ നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അവരുടെ പലതരത്തിലുള്ള കാറ്റഗറീസ് ആയിട്ട് ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. യൂസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഇസ് നോട്ട് കൺഫൈൻഡ് ടു ഫിനാൻഷ്യൽ മാനേജർ only. They are different parties interested in the ratio analysis for knowing the financial position of the firm or different purpose. നമ്മൾ മാനേജേഴ്സിൻ്റെ ഫിനാൻസ് മാനേജർക്ക് മാത്രമല്ല ഈ റേഷ്യോ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗുണം കിട്ടുന്നത്, പകരം ഇതിന് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള റേഷ്യോസ് നമുക്ക് ഇവിടെ ഉണ്ട്. ലിക്വിഡിറ്റി നോക്കിക്കൊണ്ടുള്ള റേഷ്യോ, ലോങ് ടേം സോൾവൻസി ലിവറേജ് കാറ്റഗറി ചെയ്യുന്നത് റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ വരാറുണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വരാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റേഷ്യോസ് നമ്മൾ കാണാറുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോയിൽ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ പോലുള്ള ടേൺ ഓവർ റേഷ്യോസ് ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന് ലോങ് ടേം സോൾവൻസി റേഷ്യോസ് വരാറുണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരാറുണ്ട്, ഡെപ്റ്റ് ടു ടോട്ടൽ ക്യാപിറ്റൽ റേഷ്യോ വരാറുണ്ട്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വരാറുണ്ട്, ക്യാഷ് ഫ്ലോ ഓർ ഡെപ്റ്റ് റേഷ്യോ വരാറുണ്ട്, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ വരാറുണ്ട്. അതുപോലെ ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് റേഷ്യോ എന്ന് പറയാറുണ്ട്. അതിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, പേയബിൾ ടേൺ ഓവർ റേഷ്യോ, ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ, ഇങ്ങനെ പലതരത്തിലുള്ള റേഷ്യോ അതിലും വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ വരാറുണ്ട്. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ, അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ റിസോഴ്സസ്, ഏണിങ്സ് പെർ ഷെയർ, പ്രൈസ് ഏണിംഗ് റേഷ്യോ പോലുള്ള പലതരത്തിലുള്ള റേഷ്യോസ് ഉണ്ടാവാറുണ്ട്. പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ടുള്ള ഒരുപാട് റേഷ്യോസ് പലതരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലും പലതരത്തിലുള്ള റേഷ്യോസാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അത്തരം റേഷ്യോസാണ് ചില ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസിനെ കുറിച്ചാണ് ഇവിടെ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്. അതിൽ തന്നെ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയാറുണ്ട്. അതുപോലെ കറണ്ട് അസറ്റ്സ് മൂവ്മെൻറ്റ് ഓർ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയാറുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോയിൽ സാധാരണഗതിയിൽ വരാറുണ്ടാണ് കറണ്ട് റേഷ്യോ. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ പറയുന്നത്. കറണ്ട് റേഷ്യോ മേ ബി ഡിഫൈൻഡ് ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് നമ്മൾ കറണ്ട് അസറ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ട് അസറ്റ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ലയബിലിറ്റീസ് നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടി കറണ്ട് അസറ്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് ഐഡിയലായിട്ട് പറയുന്ന സമയത്ത് 2:1, അതായത് 1000 രൂപ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ 2000 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഐഡിയൽ കറണ്ട് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഇരട്ടി വേണം കറണ്ട് അസറ്റായിട്ട് നമ്മുടെ കയ്യിൽ, എങ്കിൽ മാത്രമാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടെന്ന് കറണ്ട് റേഷ്യോയിൽ ഐഡിയൽ സിറ്റുവേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ നോക്കുക, പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓൺ December 31, 2010 കമ്പനി ബി ഹാഡ് ടോട്ടൽ അസറ്റ്സ് ഓഫ് ₹1,50,000, ഇക്വിറ്റി ഓഫ് ₹25,000, നോൺ കറണ്ട് അസറ്റ്സ് ഓഫ് ₹50,000 ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി ഓഫ് കാൽക്കുലേറ്റ് ദി കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്. നോക്കുക, കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് നോൺ കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ്, നമ്മൾ ഈ കറണ്ട് അസറ്റ് എന്നുള്ള ഏരിയ നമ്മൾ കൃത്യമായിട്ട് നേരിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ടോട്ടൽ അസറ്റ്സ് 1,50,000 നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 1,00,000 ആണ്. അതുപോലെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഇക്വിറ്റി ആണ്. ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഇക്വിറ്റി ആണ്. 1,50,000 മൈനസ് 75,000 ആണ്. കറണ്ട് ലയബിലിറ്റി 75,000 മൈനസ് 50,000 25,000. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1,00,000 ഡിവൈഡ് ബൈ 25,000 4 ആണ്. അപ്പോൾ കറണ്ട് റേഷ്യോ 4 ആണ്. ആ 4 എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ സിറ്റുവേഷൻ്റെ മേലെ നമ്മൾ കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, ക്വിക്ക് റേഷ്യോ. Quick ratio is also known as acid test ratio or liquid ratio.
is more rigorous test of liquidity than the current ratio. The term liquidity ratio refers to the ability of a firm to pay its short-term obligations as and when they becomes due. Quick ratio may be defined as a relationship between quick അല്ലെങ്കിൽ liquid assets and current or liquid liabilities. An asset is said to be liquid if it can be converted into cash within a short period without loss of value. നമ്മളൊരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാനുള്ള അസറ്റ്സിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് പറയുക. ഇൻ ദാറ്റ് സെൻസ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആർ ദി മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും അത് നമ്മൾ മോസ്റ്റ് ലിക്വിഡ് അസറ്റായിട്ട് നമ്മൾ കാണുന്നത്. ഇൻവെൻ്ററീസ് ഇല്ലാതെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയും. അതിൻ്റെ ചില എക്സാമ്പിൾസൊക്കെയാണ് അവിടെ പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ്, ക്വിക്ക് റേഷ്യോസിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ പറയുന്നത് സ്റ്റോക്ക്, കറണ്ട് ക്വിക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുക. ക്വിക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് അതുപോലെ അഡ്വാൻസ് ടാക്സ് ആണ്. ഇനി അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ക്യാഷ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ബൈ dividing the absolute liquid assets by current liabilities. Absolute liquid assets include cash in hand and cash at bank and marketable securities or temporary investment. നമ്മൾ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും അതുപോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും അല്ലെങ്കിൽ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റും മാത്രമാണ് അവിടെ എടുക്കുന്നത്. പിന്നെ അനാലിസിസ് ഓഫ് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാറ്റഗറി റേഷ്യോ ആണ്. The term solvency ratio refers to the ability of a firm to meet all liabilities in full in the event of liquidation. അതായത് ഒരു ഫേമിൻ്റെ എബിലിറ്റി ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്, നമ്മൾ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവൻസി റേഷ്യോസ് ഉപയോഗിക്കാറുള്ളത്. It is the long-term liquidity of a firm. The balance sheet discloses the long-term financial position in the form of sources and application of long-term fund in the business. Debt equity ratio. Debt equity ratio is equal to total borrowed fund divided by owned fund. ഓൺഡ് ഫണ്ട്, നമ്മൾ കടം വാങ്ങിയ ഫണ്ടും നമ്മുടെ കയ്യിലുള്ള ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കയ്യിലുള്ള ഫണ്ട്, പിന്നെ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിട്ടുള്ള ഫണ്ട് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. ദ ഫേം യൂസസ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫോർ ഫിനാൻസിങ് ഇറ്റ്സ് അസറ്റ്സ്. ദ റേഷ്യോ ഓഫ് ദീസ് two sources of fund is termed as debt equity ratio. Second one, capital gearing ratio. This ratio indicates the relationship between fixed interest bearing securities and equity shareholders fund. ഇത് ഫിക്സഡ് ഇൻകം ബിയറിങ് സെക്യൂരിറ്റീസ്. ഫിക്സഡ് ഇൻകം, നമ്മൾ ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടുന്ന ചില സെക്യൂരിറ്റീസുകളുണ്ട്. ആ സെക്യൂരിറ്റീസുകളും അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്ന ചില സെക്യൂരിറ്റീസുകൾ പറഞ്ഞു. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ്, ബോണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെയാണ്. നമ്മൾ ഫിക്സഡ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കിട്ടുന്ന ചില ഫണ്ടുകൾ, ചില സെക്യൂരിറ്റീസുകൾ. അത്തരം സെക്യൂരിറ്റീസുകളുടെ എമൗണ്ട് എത്രയാണ്, ആ എമൗണ്ടും നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാം കൂടെ കൂടിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. ആ ഫണ്ട് എത്രത്തോളമുണ്ട്, ഫിക്സഡ് ഇൻകം ജനറേറ്റിംഗ് ഫണ്ടുകൾ മീറ്റപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടി റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ. ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ടോട്ടൽ അസറ്റ്സ്. It is a ratio of shareholders' fund to total assets of the firm. It indicates the relative contribution of owners or shareholders in financing total assets. നമ്മൾ ടോട്ടൽ അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ദിസ് റേഷ്യോ ഈസ് ആൾസോ നോൺ ആസ് നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. നെറ്റ് വർത്ത് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ എന്നും പറയാറുണ്ട്. നെറ്റ് വർത്ത് ടു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും റിസർവ്സ് ആൻഡ് സർപ്ലസും ഒക്കെ വരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം
ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ സ്ഥാപനത്തിനുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, സോൾവൻസി റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ബോറോഡ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്സ്. നമ്മൾ ടോട്ടൽ അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ ബോറോഡ് ഫണ്ട് മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ സോൾവൻസി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് നെറ്റ് വർത്ത്. ഫിക്സഡ് അസറ്റ് നെറ്റ് വർത്ത്, ഫിക്സഡ് അസറ്റും നെറ്റ് വർത്തും തമ്മിലുള്ള ഫിക്സഡ് അസറ്റും നെറ്റ് വർത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫണ്ടഡ് ഡെപ്റ്റ് ടു ക്യാപിറ്റലൈസേഷൻ. ഫണ്ടഡ് ഡെപ്റ്റ്, ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഓണേഴ്സ് ഇൻ ഫിനാൻസിങ് ഫിക്സഡ് അസറ്റ്സ്. അതായത് ലോങ് ടേം ഡെപ്റ്റും ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റ് റേഷ്യോസാണ് ആക്ടിവിറ്റി റേഷ്യോസ്. ഇതിലൊക്കെ നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് ചെയ്ത് പഠിക്കണം. നമ്മളൊരു ലിമിറ്റഡ് പീരീഡിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ക്ലാസ്സുകളായതുകൊണ്ട് നമ്മൾ ഇതിലപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള ചില പ്രയാസങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ തരുന്ന എക്സ്പ്ലനേഷൻ വെച്ചുകൊണ്ട് നിങ്ങളത് പരിശോധിച്ച് പോകണം. ആക്ടിവിറ്റി റേഷ്യോ സംടൈംസ് റെഫേർഡ് ടു ആസ് ഓപ്പറേറ്റിംഗ് റേഷ്യോസ്, മാനേജ്മെൻറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റേഷ്യോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മെഷർ ദ എഫിഷ്യൻസി ഇൻ വിച്ച് എ ഫേം ബിസിനസ് യൂസസ് ഇറ്റ്സ് അസറ്റ്സ് സച്ച് ആസ് ഇൻവെൻ്ററീസ്, അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ്, പലതരത്തിലുള്ള ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ടാവാറുണ്ട്. ചില ആക്ടിവിറ്റി റേഷ്യോസിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് വൺ, ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. സെക്കൻഡ് വൺ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇത്തരം 6 റേഷ്യോസാണ് ആക്ടിവിറ്റി റേഷ്യോസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ദിസ് റേഷ്യോ മെഷർ ദ നമ്പർ ഓഫ് ടൈംസ് എ കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി ഈസ് ടേൺഡ് ഓവർ ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. നമ്മൾ ഒരു വർഷത്തിനകത്ത് ഈ ഇൻവെൻ്ററി എത്ര സമയം ഈ ഒരു റൊട്ടേറ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയർ ടേൺ ഓവർ റേഷ്യോ ദ ബെറ്റർ, സിൻസ് ദ കമ്പനി വിത്ത് ഹയർ ടേൺ ഓവർ റിക്വയേഴ്സ് എ സ്മോളർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻ്ററി. നമ്മുടെ ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയും. ഇത്തരം സ്റ്റോക്കുകളൊക്കെ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ക്യാഷ് അവിടെ കമ്പനിയിൽ ഹോൾഡായി പോവും. അങ്ങനെ അത് നമ്മൾ അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വരും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഇൻവെൻ്ററി പരമാവധി എത്ര തവണ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ആ സ്ഥാപനത്തിന് ഗുണകരമായിരിക്കും. ഇൻവെൻ്ററീസ് നമ്മൾ എവിടെയും ഹോൾഡ് ചെയ്യാതെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ സൈക്കിൾ നമ്മൾ കാണിക്കാറുണ്ട്. നമ്മൾ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളാവുന്നു, അതുപോലെ അത് സെയിൽസ് നടക്കുന്നു, അതിൻ്റെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ വരുന്നു, വീണ്ടും അത് ക്യാഷ് ആവുന്നു. ഈ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആ സ്ഥാപനത്തിന് ഏറ്റവും ഗുണകരമാവുന്നതാണ്. അതുകൊണ്ടാണ് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര തവണ ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ഇൻവെൻ്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ഇൻവെൻ്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി എന്ന് പറയാറുണ്ട്. ഇനി ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. എ കൺസേൺ മേ സെൽ ഗുഡ്സ് ഓൺ ക്യാഷ് ആസ് വെൽ ആസ് ക്രെഡിറ്റ്. ക്യാഷിനും ക്രെഡിറ്റിനും ഒരു സ്ഥാപനം പ്രോഡക്റ്റുകൾ വിൽക്കാറുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ദ വോളിയൂം ഓഫ് സെയിൽസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഫോളോയിങ് എ ലിബറൽ ക്രെഡിറ്റ് പോളിസി. നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാതെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് നമ്മൾ ഏറ്റവും വലിയൊരു സെയിൽസ് പ്രൊമോഷൻ്റെ വലിയൊരു എലമെൻ്റായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് ഡെപ്റ്റേഴ്സ് എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ്.
ഇനി ഈ ഒരു ഇതിൻ്റെ ആവറേജ് കളക്ഷൻ പീരീഡ് വരും. കളക്ഷൻ പീരീഡ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദി ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈ ക്യാഷ് നമ്മൾ തിരിച്ചു വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റിന് ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അധികം കാലമൊന്നും ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു സാധനം നിൽക്കാൻ പാടില്ല, ക്യാഷ് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടൊരു പെട്ടെന്ന് തിരിച്ചു വാങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആവറേജ് കളക്ഷൻ പീരീഡ്. ദിസ് ratio measures how long a firm's average sales remains in the handle of customers. A longer collection period automatically creates a large investment in assets. നമ്മൾ ലോങ്ങർ കളക്ഷൻ പീരീഡ്, കൂടുതൽ സമയം ഈ ക്യാഷ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഹോൾഡായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അസറ്റിൽ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ചില ഇക്വേഷൻസ് ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി സെയിൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സിന് നമ്മൾ പിന്നെ നമ്മൾ എമൗണ്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റൊക്കെ നമ്മൾ റോ മെറ്റീരിയൽസൊക്കെ നമ്മൾ ക്രെഡിറ്റിന് വാങ്ങാറുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേ ഔട്ട് ചെയ്യുന്ന സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് റേഷ്യോ ഈസ് സിമിലർ ടു ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് കമ്പയർസ് ദ ക്രെഡിറ്റേഴ്സ് വിത്ത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ്. It signifies the credit period enjoyed by a firm in paying creditors. Accounts payable includes both sundry creditors and bills payable. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അല്ലെങ്കിൽ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് നമ്മൾ കാണാറുണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ഡിവൈഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസസ്. ഇനി അടുത്തത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ദ ഫിക്സഡ് അസറ്റ് ഓർ ക്യാപിറ്റൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ measures how intensively a firm's fixed assets such as land, building, equipment are used to generate sales. നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഫിക്സഡ് അസറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിലും ഇതൊക്കെ ഫിക്സഡ് അസറ്റുകളാണ്. ഇത്രയും ഒരു പർട്ടിക്കുലർ എമൗണ്ട് പർട്ടിക്കുലർ യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഫിക്സഡ് അസറ്റ് നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. The total asset turnover ratio. This ratio takes into account both net fixed assets and current assets. ഫിക്സഡ് അസറ്റും ടോട്ടൽ അസറ്റ്സ് ആണ്. നെറ്റ് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അതായത് ടോട്ടൽ അസറ്റുകൾ, അതായത് ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റ്സ്. എത്ര ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റ്സും എത്ര വേണ്ടി വരും, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് സെയിൽസ് നടത്തണമെങ്കിൽ എത്ര അസറ്റ്, ടോട്ടൽ അസറ്റ് നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് 10,000, ബിൽസ് റിസീവബിൾ 5,000, സൺട്രി ഡെപ്റ്റേഴ്സ് 25,000, സ്റ്റോക്ക് 20,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 30,000, കോസ്റ്റ് ഓഫ് സെയിൽസ് 1,50,000. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മളിവിടെ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ആദ്യം ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ കാണാം ഇവിടെ കറണ്ട് അസറ്റ്സ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തതാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. കറണ്ട് ലയബിലിറ്റി ആയിട്ട് ആകെ ഒരു ഐറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ, സൺട്രി ക്രെഡിറ്റേഴ്സ് 30,000. കോസ്റ്റ് ഓഫ് സെയിൽസ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടുള്ള 1,50,000. അപ്പോൾ നോക്കുക, ആദ്യം നമ്മൾ കറണ്ട് അസറ്റ്സ് കാണുക. കറണ്ട് അസറ്റ്സ് 10,000 പ്ലസ് 5,000 പ്ലസ് 25,000 പ്ലസ് 20,000 ഈസ് ഈക്വൽ ടു 60,000. അതാണ് കറണ്ട് അസറ്റ്സ് ആയിട്ട് വരുന്നത്. കറണ്ട് ലയബിലിറ്റീസ് 30,000. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. 60,000 മൈനസ് 30,000, ദാറ്റ് ഈസ് 30,000. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കണ്ടിട്ടുണ്ട് 1,50,000 ഡിവൈഡഡ് ബൈ 30,000 ദാറ്റ് ഈസ് 5 ടൈംസ്. അപ്പോൾ 5 തവണ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ടേൺ ചെയ്തിട്ടുണ്ട് എന്നാണ്. ആ ഒരു വർഷം 5 തവണ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് കുറച്ച് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ദർ ആർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ടാവാറുണ്ട്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയും ഉണ്ടാവാറുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് അനാലിസിസ് പ്രോഫിറ്റ് ഈസ് റിലേറ്റഡ് ടു വോളിയം ഓഫ് ഓപ്പറേഷൻസ് ഓർ സെയിൽസ്. വോളിയം ഓഫ് ഓപ്പറേഷൻ, അതായത് എത്രത്തോളം ഒരു ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് മെഷേഴ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുകയാണെന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, സെക്കൻഡ് വൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഫോർത്ത് വൺ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അതിൽ ഫസ്റ്റ് വൺ നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് പെർസെൻറ്റേജ് ആയിട്ടാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ദ ബേസിക് കമ്പോണൻറ്റ് ഓഫ് ദി സൊല്യൂഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആർ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. നെറ്റ് സെയിൽസ് മീൻസ് ദോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽസ് മൈനസ് റിട്ടേൺ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് വുഡ് ബി ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം നെറ്റ് സെയിൽസിൽ നിന്നും പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതിൻ്റെ ഫോർമുല നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ നോക്കുക. ക്വസ്റ്റ്യൻ, ടോട്ടൽ സെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5,20,000, സെയിൽസ് റിട്ടേൺ 20,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4 lakh, റിക്വയേർഡ് കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അവിടെ സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ നമ്മളോട് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 5,20,000 മൈനസ് സെയിൽസ് റിട്ടേൺ ആയിട്ടുള്ള 20,000. അപ്പോൾ 5 lakh ആണ് എന്ത് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു വരിക. 5 lakh ആണ് നെറ്റ് സെയിൽസ് എന്ന് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് പറയുക. നെറ്റ് സെയിൽസ് ആയിട്ട് ഇവിടെ വരുന്നത് 5 lakh ആണ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് സെയിൽസ് ആണ് 5,20,000. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ 20,000 കുറച്ച് കഴിഞ്ഞാൽ 5 lakh വരും. അപ്പോൾ 5 lakh മൈനസ് 4 lakh ഈസ് ഈക്വൽ ടു 1 lakh, ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫിഗറുകളായി കഴിഞ്ഞു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1 lakh ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100, ദാറ്റ് ഈസ് 20%. ഇതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ആണ്. ഇനി മറ്റൊരു റേഷ്യോ നോക്കാം, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. The two basic component of the net profit ratio are the net profit and sales. നെറ്റ് പ്രോഫിറ്റും സെയിൽസുമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും, അതായത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിൽ ഏത് തരത്തിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഡിഡക്റ്റിംഗ് ദി ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻകം ടാക്സിന് മുമ്പല്ല, ബിഫോർ ടാക്സ് അല്ല, ആഫ്റ്റർ ടാക്സ്. ജനറലി
Non-operating expenses and incomes are excluded from the net profit for calculating this ratio. Non-operating expenses ഇൻകവും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ദസ് ഇൻകം സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ബിസിനസ്, അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആർ എക്സ്ക്ലൂഡഡ്. ഇത്തരം ഏരിയാസൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ടോട്ടൽ സെയിൽസ് 5,20,000. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സെയിൽസ് റിട്ടേൺ 20,000, നെറ്റ് പ്രോഫിറ്റ് 40,000. കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നെറ്റ് സെയിൽസ് നോക്കുക. ഗ്രോസ് സെയിൽസ് ആണ് 5,20,000. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ ആയിട്ടുള്ള 20,000 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 lakh കിട്ടുന്നു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു 40,000. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 100. 8% ആണ് അവിടെ വരുന്നത്. 8% അവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. Operating ratio is the ratio of cost of goods sold plus operating expenses to net sales. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും കൂടെ ആഡ് ചെയ്യുന്നു. ആ ഒരു ഫിഗർ, അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാം. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിൽ എത്രത്തോളം റിലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻറ്റു 100 കൊണ്ട് ചെയ്യണം. ഓപ്പറേറ്റിംഗ് റേഷ്യോ മെഷേഴ്സ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ പെർ റുപ്പീസ് ഓഫ് സെയിൽസ്. ഓരോ രൂപയുടെ സെയിൽസ് നടക്കുമ്പോഴും കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എത്രയാണ് വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ദിസ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ റേഷ്യോ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ടു നെറ്റ് സെയിൽസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കുക. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുക. ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്യുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഈസ് ഈക്വൽ ടു 1,80,000 ആൻഡ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ 30,000 ആൻഡ് നെറ്റ് സെയിൽസ് ഈസ് 3 lakh. ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് തന്നിട്ടുള്ളത് 1,80,000 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തന്നിട്ടുള്ളത് 30,000 ആണ്. അപ്പോൾ 2,10,000 എന്ന് വരും. 2,10,000 ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 3 lakh. 2,10,000 ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. 70%, 70% ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് കിട്ടുന്നത്. 70% ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് മാർജിൻ റേഷ്യോ എന്ന് പറയും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ operating profit of a business is the profit after meeting all operating expenses and incurred in the regular course of operation. It is a measure of operating efficiency of the business. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. The ratio is calculated by dividing the operating profit or earning before interest and tax by net sales. അത് ഇൻട്രസ്റ്റിനും ടാക്സും കൊടുക്കുന്നതിന് മുമ്പുള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പെൻസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ്. മറ്റ് പലതരത്തിലുള്ള എക്സ്പെൻസസുകൾ, നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് വരാറുണ്ട്. The operating ratio reveals the average total variations in expenses, but some of the expenses may be increasing while some may be falling. Hence, expense ratios are calculated by dividing each item of expenses or group of expenses with
the net sales to analyze the causes of variations of the operating ratio. ഇവിടെ നമ്മൾ എക്സ്പെൻസ് റേഷ്യോ ഡിഫറെൻ്റ് എക്സ്പെൻസസുകളാണ് ഓരോ നമ്മൾ ടോട്ടൽ എക്സ്പെൻസസ് എങ്ങനെയാണ് നെറ്റ് സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. പർട്ടിക്കുലർ എക്സ്പെൻസ് ഇവിടെ ഓരോന്നിൻ്റെയും കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് വരും, അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസസ് വരും, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരും, സെല്ലിംഗ് എക്സ്പെൻസ് വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കിട്ടുന്നത്. നോക്കുക, അവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 2500 ഡിവൈഡ് ബൈ 25 lakh ഇൻറ്റു 100, അപ്പോൾ 0.1% ആണ്. അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസ് റേഷ്യോ 3200 ഡിവൈഡ് ബൈ 25 lakhs ഡിവൈഡ് ഇൻറ്റു 100, 0.128. അപ്പോൾ അതാണ്. അപ്പോൾ അതിനിപ്പോൾ അത് രണ്ടും കൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ, എക്സ്പെൻസ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 2,2500 പ്ലസ് 3200, അതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ് ഡിവൈഡ് ബൈ നമ്മുടെ സെയിൽസ് എന്ന് പറയും. നെക്സ്റ്റ്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇറ്റ് ഈസ് അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻ റിലേഷൻ ടു ദി വോളിയം ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ബിസിനസ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ആഡിക്കേറ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ, എത്രത്തോളമാണ് ഇതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. അതിൽ ഒരു 4 തരത്തിലുള്ള റേഷ്യോസ് ഉണ്ടാവാറുണ്ട്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ അതിൽ ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയും. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ നെറ്റ് വർത്ത്. ഇറ്റ് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഓർ പ്രൊപ്പറൈറ്റേഴ്സ് ഫണ്ട്. പ്രൊപ്പറൈറ്റേഴ്സിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എങ്ങനെയാണ് ആ സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു റേഷ്യോ ആണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 എന്നാണ് വരിക. അതായത് ഈ ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിന് എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതിന് ആഡിക്കേറ്റ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നാണ് ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ റേഷ്യോ. ഇക്വിറ്റി ക്യാപിറ്റൽ റേഷ്യോ, അതായത് ഇൻ റിയൽ സെൻസ് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് അതിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയാറുണ്ട്. ദേ അസ്യൂംസ് ദ ഹൈ റിസ്ക് ഇൻ ദി കമ്പനി. അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ നിന്നും മറ്റുള്ള ബോറോഡ് ഫണ്ടിലുള്ള ആളുകൾക്കൊക്കെ റിട്ടേൺ കൊടുത്തതിൻ്റെ ശേഷം മാത്രമാണ് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദേ ബിയർ ഹയസ്റ്റ് റിസ്ക് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇക്വേഷന് മുമ്പായിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നോക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ്സ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്വാണ്ടം ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ആദ്യം പ്രിഫറൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സാധാരണഗതിയിൽ എന്തെങ്കിലും കൊടുക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ അത്തരം റിസ്കുകൾ ഇവർ ഏറ്റെടുക്കാറുണ്ട്. ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് വാരീസ് വിത്ത് ദ അവൈലബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഇൻ കേസ് ഓഫ് ഓർഡിനറി ഷെയർസ് ഓൺലി. അതിനെ നോക്കുക. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്.
പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻറ്റും നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ടാക്സും അതുപോലെ ഇൻട്രസ്റ്റും ടാക്സൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷനിൽ അങ്ങനെ വരും, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാറുള്ളത്. നോക്കുക, ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh ആണ്. 9% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട് 5 lakh. ടാക്സേഷൻ റേറ്റ് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 4 lakh എന്ന് പറയും. അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ടാക്സും അതുപോലെ പ്രിഫറൻസ് ഡിവിഡൻറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പോൾ ടാക്സിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ബിഫോർ ടാക്സ് പറഞ്ഞിട്ടുണ്ട് 4 lakh. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 2 lakh എന്ന് വരും. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 4 lakh ആണ്. 4 lakhൽ നിന്നും ടാക്സ് ആയിട്ടുള്ള 2 lakh കുറയ്ക്കുന്നു. അതിൽ നിന്നും നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് 45,000 ഡിവൈഡഡ് ബൈ 10 lakh എന്ന് വരും. അപ്പോൾ 15.5% ആണ് ഇവർ ഈ ഒരു ബിസിനസ്സിലേക്ക്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നെക്സ്റ്റ് വൺ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. The prime objective of making investment in any business is to obtain satisfactory return on capital employed. Here, the return on capital employed is used a measure of success of the business in realizing this objective. അതായത് നമ്മൾ സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടണമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടേണ്ടതായിട്ടുണ്ട്. Capital employed and operating profits are the main item. Capital employed may be defined in the number of ways. However, two widely accepted definitions are gross capital employed and net capital employed. Gross capital employed usually means the total assets, fixed asset as well as current assets used in the business. Gross capital employed എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റ്സ് എന്നാണ് പറയുക. While net capital employed refers to the total assets minus liabilities. ടോട്ടൽ അസറ്റിൽ നിന്നും നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കുക. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ്സ് എന്ന് പറയും. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി വേറൊരു ഐറ്റം നോക്കുക. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് ഈസ് ആൾസോ കോൾഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ROI. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ ദി ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ്. നമ്മൾ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നീട് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. മാർക്കറ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോസ് ആണ്. മാർക്കറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫണ്ടുകളെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആയിരിക്കണം. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, ഡിവിഡൻഡ് പേഔട്ട് റേഷ്യോ, എക്സ്പെൻസ് പെർ ഷെയർ റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, കവറേജ് റേഷ്യോ, ഇത്തരം റേഷ്യോസൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിവിഡൻസ് പെർ ഷെയർ, ഓരോ ഷെയറിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡ്, ആൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ്.
ഓരോ ഷെയറിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻറ്റും ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂയും കൂടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡിവിഡൻസ് പെർ ഷെയർ, ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഡിവിഡൻസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ. ഓരോ ഷെയറിൻ്റെയും മാർക്കറ്റ് വാല്യൂവും ഓരോ ഷെയറിനും കൊടുക്കുന്ന ഡിവിഡൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കുക, അതിൽ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ഇല്ലുസ്ട്രേഷൻ, ഇഫ് എ കമ്പനി ഡിക്ലെയർസ് ഡിവിഡൻഡ് അറ്റ് 20% ഓൺ ഷെയർസ് ഈച്ച് ഹാവിങ് എ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 8 ആൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് 25. ഓരോ ഷെയറിൻ്റെയും മാർക്കറ്റ് വാല്യൂ 25ആണ്, അതിൻ്റെ പെയ്ഡപ്പ് വാല്യൂ 8ആണ്, 20% ആണ് അതിൻ്റെ ഡിവിഡൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡിവിഡൻറ്റ് പേ ഔട്ട്, ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോ എത്രയാണ്? ഡിവിഡൻറ്റ് പെർ ഷെയർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ ഡിവിഡൻറ്റ് പെർ ഷെയർ, ഓരോ ഷെയറിനും ഉള്ള ഡിവിഡൻറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8 ആണ്, 1.6. ഓരോ ഷെയറിനും കിട്ടുന്ന ഡിവിഡൻറ്റ് 1.6 ആണ്. അപ്പോൾ ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1.6 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100, 6.4 എന്ന് പറയും. സെക്കൻഡ് വൺ, ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഏർണിംഗ്സ് പെർ ഷെയർ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ പേയിങ് ഡിവിഡൻസ് ആൻഡ് ടു നോ what portion of earning has been retained in the business. It is an important ratio because plowing back of profit enables a company to grow and pay more dividends in future. So the formula of dividend payout ratio is equal to dividend payout ratio is equal to dividend per equity share divided by earnings per share. Next, earnings per share. Earnings per share is the small variation of return on equity capital ratio. Return on equity capital ratioയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതുമായിട്ട് ചെറിയൊരു സ്മോൾ വേരിയേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ദാറ്റ് ഈസ് ദ ഫോർമുല ഓഫ് ഫൈൻഡിങ് ഔട്ട് ഏർണിങ്സ് പെർ ഷെയർ. Next one, price earning ratio. Price earning ratio is the relationship between market price per equity share and earnings per share. ഓരോ ഷെയറിൻ്റെയും മാർക്കറ്റ് പ്രൈസും അതുപോലെ ഏർണിങ്സ് പെർ ഷെയറുമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ റിലേഷൻഷിപ്പാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. മാർക്കറ്റ് പ്രൈസ് പെർ ഇക്വിറ്റി ഷെയർ ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. നെക്സ്റ്റ് വൺ, കവറേജ് റേഷ്യോ. It includes interest coverage ratio, preference share dividend coverage ratio and equity dividend coverage ratio. നമ്മളിവിടെ കുറേ ഈ കവറേജ് റേഷ്യോസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ ഇക്വേഷൻ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോസ് ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇത് ചെയ്ത് പോകേണ്ടതുണ്ട്. നോക്കുക, ഒരു ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ നേരിട്ട് തന്നതാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഒക്കെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ 1 ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 ബേസ്ഡ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20%. ഡെപ്റ്റ് കളക്ഷൻ പീരിയഡ് 1.5 months. റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ക്യാപിറ്റൽ 0.6. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ 1.6. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ 0.5. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് 1.25. സെയിൽസ് for the year
10 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സെയിൽസിൽ നിന്നുള്ള ഫിഗറിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാറുള്ളത്. നോക്കുക, ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ആ കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുക. അപ്പോൾ നോക്കുക, നമ്മൾ പല രൂപത്തിലും ഇക്വേഷൻസ് പറയാറുണ്ട്. സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 20% ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 10 lakh ഇൻറ്റു 20% എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. 2 lakh ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് 10,000 മൈനസ് 20,000, 2 lakh. 10,000 മൈനസ് 2 lakh. സോറി, 10 lakh മൈനസ് 2 lakh. 10 lakh മൈനസ് 2 lakh ഈസ് ഈക്വൽ ടു 8 lakh എന്ന് പറയും. ഇനി അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓരോന്നും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും ഹിഡൻ ഫിഗേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് കാണണമെങ്കിൽ ആദ്യം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാണണം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ദാറ്റ് ഈസ് 8 times. നമ്മൾ അത് തന്നിട്ടുണ്ട് ഇവിടെ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 times എന്ന് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 8 lakh ഡിവൈഡഡ് ബൈ, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നുള്ള. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 8 lakh ഡിവൈഡഡ് ബൈ 8, അതായത് 1 lakh എന്ന് പറയും. അപ്പോൾ അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നത്. ഇനി കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ കാണണം. കറണ്ട് അസറ്റ്സ് 1.4 ആൻഡ് 1 ആണ്. കറണ്ട് അസറ്റ്സ് 1.4 ആണ്. കറണ്ട് ലയബിലിറ്റി 1 ആണ്. അവിടെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ഒരു എക്സ് വാല്യൂ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. ലെറ്റ് കറണ്ട് ലയബിലിറ്റീസ് ബി എക്സ്, കറണ്ട് അസറ്റ്സ് വിൽ ബി 1.4x ആൻഡ് ലിക്വിഡ് അസറ്റ്സ് വിൽ ബി 1.4x ആൻഡ് ലിക്വിഡ് ലയബിലിറ്റീസ് വിൽ ബി 1x. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 lakh. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 lakh. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1.4x മൈനസ് 1x, 0.4x ഈസ് ഈക്വൽ ടു 1 lakh. അതുപോലെ x ഈസ് ഈക്വൽ ടു 1 lakh ഡിവൈഡ് ബൈ 0.4 ഈസ് ഈക്വൽ ടു 2,50,000. കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് കിട്ടി 2,50,000. കറണ്ട് അസറ്റ്സ് നമുക്ക് കിട്ടുന്നു 2,50,000 ഇൻറ്റു 1.4, 3,50,000 എന്ന് വരും. അപ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും കിട്ടി. ഇനി അടുത്ത് ഡെപ്റ്റേഴ്സ് നോക്കുക. ഡെപ്റ്റ് കളക്ഷൻ പീരിയഡ് ആദ്യം കാണണം. ഡെപ്റ്റ് കളക്ഷൻ പീരിയഡ് കാണണമെങ്കിൽ ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 12 ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. ഡെപ്റ്റ് കളക്ഷൻ പീരിയഡ് 1.5 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് കാണുന്നു 10 lakh ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ 12, 1,25,000. അടുത്ത ക്യാഷ് ആൻഡ് ബാങ്ക്, ലിക്വിഡ് അസറ്റ്സ് മൈനസ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ലിക്വിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് 1. Liquid assets divided by current liabilities, that is 1. Liquid assets are equal to current liabilities, that is 2,50,000. Cash and bank is equal to 2,50,000 minus 1,25,000, that is 1,25,000. Next, fixed asset to ratio. Fixed asset to ratio 1.6 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിട്ടുള്ളത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുള്ളത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ 1.6 ആണ്. അപ്പോൾ അതായത് 5 lakh എന്ന് വരും. നെറ്റ് വർത്ത് തന്നിട്ടുണ്ട്. നെറ്റ് വർത്ത് ടു ഫിക്സഡ് അസറ്റ്, നെറ്റ് വർത്ത് റേഷ്യോ 1.5, നെറ്റ് വർത്ത് ഇസ് ഈക്വൽ ടു 4 lakh. അതുപോലെ
ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും എല്ലാം അവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ആ ഒരു ബാലൻസ് ഷീറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വരുത്താവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ആ ഫിഗറുകളെല്ലാം നമുക്ക് കിട്ടിയ ഫിഗറുകളെല്ലാം ഇവിടെ എടുത്തിട്ട് നമ്മൾ അത് ചെയ്യാവുന്നതാണ്. ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ഡിസ്ക്ലോസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മാത്രമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ അതിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ബാലൻസിങ് ഫിഗർ മാത്രമാണ് ഈ ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ഇവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് മാനേജ്മെൻറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് ചേഞ്ചസ് ഒക്യൂസ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെ ഇൻഫ്ലോ ആണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ ഔട്ട്ഫ്ലോ ആണ് വന്നിട്ടുള്ളത് എന്നെല്ലാം അറിയേണ്ടതായിട്ടുള്ള താല്പര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കും. The statement prepared to show changes in assets, liabilities and owner's equity of a business are called statement of changes in financial position. ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷത്തെയും ഇവരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, ഈ വർഷം മാർച്ച് 31 വരെയുള്ള കാലയളവിൽ എന്തെല്ലാം ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫ്ലോ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ദി ഡിഫറൻറ്റ് സോഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദീസ് ഇൻക്ലൂഡ്സ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട്. The statement of changes in financial position prepared on working capital basis is called fund flow statement and cash basis is called cash flow statement. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ചെയ്യാറുള്ളത്, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ബേസിസ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഈ അക്രൂവൽ സിസ്റ്റം പ്രകാരമാണ് ചെയ്യുന്നത്. അക്രൂവൽ സിസ്റ്റം പ്രകാരം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് അക്രൂവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഓൺലി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് അവിടെ പരിഗണിക്കുന്നത്. മീനിങ് ഓഫ് ദി ടേം ഫണ്ട്. ഇൻ നാരോ സെൻസ് ഇറ്റ് മീൻസ് ക്യാഷ്. In the broad sense, it is capital or all financial resources of business. But the fund is commonly used in its popular sense, a working capital or net current assets. Thus, for accounting purpose, for preparing fund flow statement, the term fund means working capital of the excess of current assets over current liabilities. നമ്മൾ ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്, ഓർ നെറ്റ് കറണ്ട് അസറ്റ്സ്. മീനിങ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്. ദ ടേം ഫ്ലോ മീൻസ് മൂവ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് ബോത്ത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. ദ ടേം ഫ്ലോ ഓഫ് ഫണ്ട് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് എക്കണോമിക് വാല്യൂ ഫ്രം വൺ അസറ്റ്സ് ഓഫ് ഇക്വിറ്റി ടു അനദർ. Flow of fund is said to have taken place when any transaction makes changes in the amount of funds available before happening of the transaction. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തെല്ലാമാണ് വന്നിട്ടുള്ളത്, ഇൻഫ്ലോ ആയിട്ടും ഔട്ട്ഫ്ലോ ആയിട്ടും എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ഇതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്റ്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിങ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെത്തേഡ് ബൈ വിച്ച് വി സ്റ്റഡി ചേഞ്ചസ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് എൻ്റർപ്രൈസ് ബിറ്റ്വീൻ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. Hence, the funds flow statement is prepared by comparing two balance sheet and with the help of such other information derived from the accounts as may be needed. Broadly speaking, the preparation of fund flow statement
കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. രണ്ട് പാർട്സ് ആയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ടാമതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നമ്മൾ ഷെഡ്യൂൾ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത് ഈ കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലയബിലിറ്റീസിലും വന്നിട്ടുള്ള ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ഇൻക്രീസോ ഡിക്രീസോ വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ടുള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ means the excess of current assets over current liabilities. The excess of current assets over current liabilities. Statement of changes in working capital is prepared to show the changes in the working capital between the two balance sheet dates. This statement is prepared with the help of current assets and current liabilities derived from the two balance sheet. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസോ ഡിക്രീസോ വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഇൻക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. ഈ 4 ടേംസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇനി അതിൻ്റെ എങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാറുള്ളത് നോക്കുക. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് മഞ്ജിത്ത് ആൻഡ് കമ്പനി ലിമിറ്റഡ്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. 2010ലെയും 2011ലെയും ഡാറ്റ വെച്ചുകൊണ്ടാണ് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്. അതിൽ ഈ ലയബിലിറ്റീസും അസറ്റും തന്നിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ടാക്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ഇൻട്രസ്റ്റ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലയബിലിറ്റീസും, ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ട്രേഡ് അക്കൗണ്ട്, റിസീവബിൾസ്, ക്യാഷ്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അസറ്റ് സൈഡിലും തന്നിട്ടുണ്ട്. 2 വർഷത്തെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും കറണ്ട് നേച്ചറുള്ള ആസ്പെക്റ്റുകളെ നമ്മൾ എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റീസിനും എടുത്തിട്ട് അതിൽ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. കറണ്ട് അസറ്റ്സിൽ ക്യാഷും അക്കൗണ്ട്സ് റിസീവബിളും സ്റ്റോക്ക് ഇൻ ട്രേഡും വർക്ക് ഇൻ പ്രോഗ്രസ്സുമാണ് കറണ്ട് അസറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ക്യാഷിൽ എന്താണ് സംഭവിച്ചത്? ക്യാഷിൽ സംഭവിച്ചത് 30,000 രൂപ എന്നുള്ളത് 10,000 രൂപയായിട്ട്, 2010 30,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, 2011 10,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളമുണ്ട്. ആ കോളത്തിൽ ഡിക്രീസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ട്സ് റിസീവബിൾ നോക്കുക. അക്കൗണ്ട്സ് റിസീവബിളിൽ അക്കൗണ്ട്സ് റിസീവബിളിൽ 70,000 എന്നുള്ളത് 1,40,000 ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. 2010 അക്കൗണ്ട്സ് റിസീവബിൾ 70,000 ആയിരുന്നു. 2011 അക്കൗണ്ട്സ് റിസീവബിൾ 1,40,000 രൂപയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 70,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് നോക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ് നോക്കുക. 1,50,000 ആണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. 2011 2,25,000 രൂപയായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 75,000 രൂപയുടെ സ്റ്റോക്കും അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതും വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമായിട്ടുണ്ട്. അടുത്തത് നോക്കുക, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നോക്കുക 80,000 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 90,000 ആയി. 2010 80,000 ആയിരുന്നു വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടായിരുന്നത്, 2011 90,000 ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ ഇൻക്രീസും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുക, ഇവിടെ ഇതെല്ലാം കൂടി 2010ലെയും 2011ലെയും ടോട്ടൽ കറണ്ട് അസറ്റുകളെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 3,30,000 എന്നും 2011 ഡാറ്റ നോക്കുന്ന സമയത്ത് 4,65,000 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 34,000 രൂപയുടെ അവിടെ ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. അവിടെ ഇൻക്രീസ് എഫക്ട്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസാണ് അവിടെ വന്നിട്ടുണ്ട്. 34,000 രൂപയുടെ ഇൻക്രീസാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി കറണ്ട് ലയബിലിറ്റീസ് എടുത്ത് നോക്കുന്ന സമയത്ത്
ടാക്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ ഇൻക്രീസോ ഡിക്രീസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റീസ് 75,000 രൂപയാണ് ടാക്സ് പേയബിൾ ഉണ്ടായിരുന്നത്, അത് 43,000 രൂപയായിട്ട് ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്നു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് കിട്ടിയത് 80,000 രൂപയാണ്. അപ്പോൾ ഈ എല്ലാ ഫാക്ടറുകളെയും കറണ്ട് അസറ്റുകളുടെയും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും ഇൻക്രീസും ഡിക്രീസും എടുത്ത് പരിശോധിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് 80,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നോക്കുക, പ്രിപ്പയർ നോൺ കറണ്ട് ഐറ്റംസ്. നോൺ കറണ്ട് ഐറ്റംസ് നമ്മൾ എടുക്കുകയാണ് ഇവിടെ. വർക്കിംഗ് കറണ്ട് ഐറ്റം മാത്രമല്ല, നോൺ കറണ്ട് ഐറ്റവും കൂടി നമ്മൾ എടുക്കുന്ന സമയത്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ടു അസർട്ടൈൻ ദ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഫ്രം നോൺ കറണ്ട് അക്കൗണ്ട്സ്. In the preparation of non-current accounts, the general principle is that a decrease in non-current assets or increase in non-current liabilities results in inflow of fund. നമ്മൾ നോൺ കറണ്ട് ഐറ്റം ഡിക്രീസ് ചെയ്യുകയും നോൺ കറണ്ട് ഐറ്റം അതുപോലെ in the preparation of non-current accounts, general principles that decrease in non-current assets or increase in non-current liabilities. Non-current assets ഡിക്രീസ് ചെയ്യുകയും അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അസറ്റുകൾ സെല്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഇൻഫ്ലോ ഓഫ് ഫണ്ട് വരുന്നത്. സിമിലർലി ആൻ ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്സ് ഓർ ഡിക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയും നോൺ കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞത് സെയിൽസ് ആണ്. സെയിൽസ് നടത്തുകയാണെങ്കിലാണ്. ഇവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയാണ് ഇവിടെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് വരുന്നത്. നമ്മൾ നോക്കുക, നമ്മളൊരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണെന്ന് കരുതുക. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കറണ്ട് അസറ്റായിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. നോൺ കറണ്ട് അസറ്റായിട്ടുള്ള ഒരു ഫർണിച്ചർ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റലിന് എന്താണ് സംഭവിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു മെഷീനറി നമ്മൾ വിൽക്കുകയാണെന്ന് കരുതുക. മെഷീനറി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് അസറ്റാണ്. ആ ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു. ക്യാഷ് എന്നുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ഇൻഫ്ലോ ഓഫ് ക്യാഷാണ്. വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. എങ്ങനെയാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുന്നത്? ഇറ്റ് മീൻസ് റെഗുലർ സോഴ്സ് ഓഫ് ഫണ്ട്സ് റിസീവ്ഡ് ഫ്രം ദി operations of the business. It is the cash operating profit of the business or income from operation or net to cash operating expenses. It is an important item coming under the head of source of fund. Source of fundൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. ഇത് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. നോക്കുക, അഡ്ജസ്റ്റിംഗ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളതിൻ്റെ ഫോർമാറ്റാണ്. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്താനുള്ള ഫോർമാറ്റാണ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമ്മൾക്ക് കിട്ടിയ ബാലൻസ് ഷീറ്റിൽ നിന്നും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നമ്മൾ 2 കോളമായിട്ട് കൊടുക്കുന്നു. ആഡ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളെല്ലാം ആഡ് ചെയ്യുക. അതിൽ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ദി ടാക്സ്, ലോസ്, അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റിട്ടേൺ ഓഫ്, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയും, അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടുള്ള പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റീഫണ്ട് ഓഫ് ടാക്സ്, ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഫോർമാറ്റിലൂടെയും നമുക്ക് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ കാണാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു അക്കൗണ്ട് ഫോമിൽ നമ്മളിത് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഫോമിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഫോമിൽ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കിട്ടുന്നു. ഡിപ്രിസിയേഷനും പ്രൊവിഷൻ ഫോർ ടാക്സും ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റും ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഗുഡ് വിൽ റിട്ടേൺ ഓഫും പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റ് സൈഡിൽ വരുന്നു. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത്. ബാലൻസ് അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഡിവിഡൻഡ് പെയ്ഡ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ ഇതിൻ്റെ ബാലൻസിങ് ഫിഗറാണ്. അങ്ങനെയാണ് അത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാം. ഇനി നോക്കുക, അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ ആസ് ഓൺ 31st March 2008. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2008 6,50,000 6,50,000 രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് വിറ്റു 35,500 രൂപയ്ക്ക് ബിൽഡിംഗ് വിറ്റു. ഗുഡ് വിൽ അപ്പിയർ ഇൻ ദി ബുക്സ് ഓഫ് ₹1,80,000 ഔട്ട് ഓഫ് that 10% has been written off during the year. ഗുഡ് വിൽ വന്നിട്ടുള്ളത് 1,80,000 രൂപയാണ്. അതിൽ നിന്നും 10% റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് മെഷീനറി വർത്ത് ₹8,000 ഹാസ് ബീൻ സോൾഡ് ഫോർ ₹6,500 ഡ്യൂറിങ് ദി ഇയർ. പഴയ മെഷീനറി 8,000 രൂപയുടെ പഴയ മെഷീനറി 6,500 രൂപയ്ക്ക് വിറ്റു. അതുപോലെ നോക്കുക, ₹1,25,000 ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദി ജനറൽ റിസർവ് ഫണ്ട്. ജനറൽ റിസർവ് ഫണ്ടിലേക്ക് 1,25,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദി ഇയർ ഓൺ മെഷീനറി ആൻഡ് ഫർണിച്ചർ അറ്റ് ₹20% ഹൂസ് ടോട്ടൽ കോസ്റ്റ് ഈസ് 6,50,000. ഇതിൽ നിന്ന് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. 6,50,000 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് വിച്ച് ഹാവ് ബീൻ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 18,000 രൂപ. അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി നമ്മൾ 8,000 രൂപയുടെ മെഷീനറി 6,500 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അതിൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ 1,500 രൂപ. ജനറൽ റിസർവിലേക്ക് 1,25,000 രൂപയുടെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ 13,000 രൂപ, 1,30,000 രൂപ, അങ്ങനെ 2,74,500 രൂപ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്നും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9,24,500 രൂപ എന്ന് വന്നു. അതിൽ നിന്നും നമ്മൾ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ്. നമ്മളൊരു ബിൽഡിംഗ് വിറ്റ സമയത്ത് നമുക്ക് 35,500 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് 9,24,500 രൂപയിൽ നിന്നും 35,500 രൂപ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ 8,89,000 രൂപ നമുക്ക് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊരു ഫോർമാറ്റിൽ ചെയ്യുകയാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ചെയ്യുന്നത്. അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺലി സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ മാത്രം എടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡായിട്ട് വരുന്നത് 50,000 രൂപയായിരുന്നെങ്കിൽ ഈ വർഷം അത് 2,20,000 രൂപയാണ് വന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നടന്നിരിക്കുന്ന ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റം എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ച് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. Cash plays an important role in the entire economic life of the business. A firm needs cash to make payment to suppliers, to incur day-to-day expenses, and to pay salaries, wages, interest, and dividend, etc. Management of liquidity or cash flow is an important aspect for successful functioning of every business. Cash is the most liquid form of current assets, and maintenance of sufficient cash is a prerequisite for the smooth functioning of the business. Therefore, it is necessary to make a cash flow analysis by preparing cash flow statement. നമ്മൾ പറയാറുണ്ട് ക്യാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഏതെല്ലാം ഭാഗത്തു നിന്ന് വരുന്നു, ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഏതൊക്കെയാണ്, അതുപോലെ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അനാലിസിസിന് വിധേയമാക്കേണ്ടതുണ്ട്.
Meaning of the term cash. The term cash includes cash and cash equivalents. Cash equivalents എന്ന് പറഞ്ഞാൽ നമുക്കറിയാം these cash in hand, cash at bank and short term investment or marketable securities. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇതാണ് ക്യാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഹൈലി ലിക്വിഡ് ആൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓൺ ഡിമാൻഡ് ഓർ ഓൺ ഷോർട്ട് നോട്ടീസ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷ് ആക്കാൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. These are not held for a real return but to meet the liquidity requirements of the business. Meaning of cash flow statement. Cash flow statement meaning. Cash flow statement is a statement which describes the inflow and outflow of cash and cash equivalents in an enterprise during a specified period of time. It explains the reason for changes in firm's cash position during the accounting year. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഐറ്റം, ക്യാഷ് എന്തൊക്കെയായിട്ട് വരുന്നു, ക്യാഷ് എന്തൊക്കെയായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനുള്ള റീസൺ എന്തൊക്കെയാണ്, ക്യാഷ് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം ഒന്നുകിൽ നമ്മളെന്തെങ്കിലും നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ക്യാഷ് വരുന്നു, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വരുന്നു, ഫർണിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് ക്യാഷ് വരുന്നു. അങ്ങനെയൊക്കെ ക്യാഷ് ഇൻഫ്ലോ വരാറുണ്ട്. ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നു, സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നു, വേജസ് കൊടുക്കുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പർച്ചേസ് നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നു. അങ്ങനെ ആ ക്യാഷ് ഇൻഫ്ലോയ്ക്കും ഔട്ട്ഫ്ലോയ്ക്കും കാരണമായിട്ടുള്ള ചില ഘടകങ്ങളെ ടാബുലർ ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ചില ഡിഫറൻസുകൾ അത് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡിസ്ക്ലോസസ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഡ്യൂറിങ് എ പീരിയഡ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വർഷത്തിൽ നടക്കുന്ന ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട്ഫ്ലോയുടെയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സസ് ഓഫ് ഫണ്ട് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദി ഇയർ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു ഫണ്ടിൻ്റെ സോഴ്സസ് ആണ്. അവിടെ ക്യാഷ് ബേസിസ് അല്ല, അക്രൂവൽ ബേസിസ് ഇഷ്ടപ്രകാരമാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്, ദാറ്റ് ഈസ് ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആർ ഷോൺ. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ബേസിസിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ക്യാഷ് ബേസിസിലുള്ള ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ് ആൻഡ് ഫോളോസ് അക്രൂവൽ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ക്യാഷ് പ്ലാനിങ് ആൻഡ് മാനേജിങ് ലിക്വിഡിറ്റി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് പ്ലാനിങ്ങിനും ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മാനേജിങ്ങും അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനുമാണ് അവിടെ നോക്കുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ഷോർട്ടേജ് ഓർ സർപ്ലസ് ഓഫ് ലിക്വിഡ് ക്യാഷ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയറിൽ വന്നിട്ടുള്ള ഷോർട്ടേജോ അല്ലെങ്കിൽ സർപ്ലസോ ആയിട്ടുള്ള ലിക്വിഡ് ക്യാഷിൻ്റെ റീസണാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കണ്ടെത്തുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കണ്ടെത്തുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ വരുന്നിട്ടുള്ള നെറ്റ് ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റലിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഓരോ വർഷത്തെയും ഡാറ്റ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഫോർമാറ്റ് പ്രകാരമാണ്. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റഡ് ഓൺ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ആണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലല്ല നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്.
നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദി കേസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമായിട്ട് വരാറുണ്ട് എങ്കിൽ അതിനുള്ള കാരണം എന്തൊക്കെയാണ്? ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരുന്നത്? ഒരു ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലുള്ള ഡാറ്റ കറണ്ട് ഇയറിലെ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ പ്രീവിയസ് ഇയറിലുള്ള ബാലൻസ് ഷീറ്റിൽ വന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് ഇയറിൽ വന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനിവിടെ ചില കാറ്റഗറൈസ് ചെയ്തിട്ട് തിരിക്കുകയാണ്. 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നുള്ള 3 കാറ്റഗറിയിലൂടെയാണ് ഈ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരാറുള്ളത്. ഫസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇത്തരം ട്രേഡിംഗ് ആക്ടിവിറ്റീസിലൂടെ കുറേ ക്യാഷുകൾ നമുക്ക് വരാറുണ്ട്, കുറേ ക്യാഷുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. അത്തരം ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. These are the cash flow from regular course of operation. The operations of the firm include manufacturing activities, trading activities, rendering of service, etc. Examples of cash flow from operating activities. നോക്കുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ചില എക്സാമ്പിൾസ്. എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ക്യാഷ് ഇൻഫ്ലോ വരുന്നത്? ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒന്ന്, ക്യാഷ് സെയിൽസ്. നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് വിൽക്കുന്നു, അത് ക്യാഷ് സെയിൽസ് ആയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് ഇൻഫ്ലോ ആയിട്ട് വരുന്നു. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. നമ്മൾ ഡെപ്റ്റേഴ്സിന് മുമ്പെങ്ങോ പ്രോഡക്റ്റ് വിറ്റു, അന്ന് അയാൾ ഡെപ്റ്ററായിരുന്നു, പിന്നെ ആ ഡെപ്റ്ററിൽ നിന്ന് ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടുന്നു. ക്യാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. നമ്മുടെ ഗുഡ്സ് നമ്മൾ വിൽക്കുകയാണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അതുപോലെ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. സപ്ലയേഴ്സിന് നമ്മൾ മുമ്പെങ്ങോ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. വേജസ് പെയ്ഡ് ടു എംപ്ലോയീസ് ആൻഡ് സ്റ്റാഫിനും അതുപോലെ തന്നെ എംപ്ലോയീസിനൊക്കെ വേജസും സാലറീസും മറ്റൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് പോവുകയാണ്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷാണ്. ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസോ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെ വന്നേക്കാം, അത്തരം എക്സ്പെൻസുകൾ. അതുപോലെ ഇൻകം ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ഏതെങ്കിലും ഔട്ട്സൈഡ് ഏജൻസീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് ഇൻഫ്ലോ ഓഫ് ക്യാഷാണ്. മറ്റൊന്ന്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വരുന്നത് നോക്കാം. നമ്മൾ ക്യാഷ് നമ്മുടെ സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ആ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്താണെന്നാണ് പറയുന്നത്. ഒന്ന്, ക്യാഷ് പേയ്മെൻറ്റ് ടു അക്വയർ ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഫർണിച്ചറോ മെഷീനറിയോ എന്തെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. നെക്സ്റ്റ്, ക്യാഷ് റിസീപ്റ്റ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ പഴയ ഏതെങ്കിലും മെഷീനറിയോ മറ്റോ ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീനറിയോ മറ്റോ ഒക്കെ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ വിറ്റിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള മെഷീനറി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മെഷീനറി വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ക്യാഷ്, ദാറ്റ് ഈസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ്. ക്യാഷ് പേയ്മെൻറ്റ് ടു അക്വയർ ഷെയർസ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ വാറൻസ്. നമ്മൾ ഷെയറുകൾ വാങ്ങുന്ന സമയത്തും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ ഡിബഞ്ചറുകളൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോകുന്നു. ദാറ്റ് ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. മറ്റൊന്ന്, ക്യാഷ് റിസീപ്റ്റ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഷെയർസ്. നമ്മുടെ കയ്യിൽ നിന്നുള്ള ഷെയറുകൾ നമുക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ്. ക്യാഷ് അഡ്വാൻസസ് ആൻഡ് ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടീസിന് നമുക്ക് ലോൺ കൊടുക്കുകയാണ്. ലോൺ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. ദാറ്റ് ഈസ് ദീസ് ആർ ദി ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ലാസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിലൂടെ ഉണ്ടാവുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്തൊക്കെയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ഇൻക്ലൂഡ് ഇഷ്യൂ ഓർ റിഡംഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്,
raising and repayment of long-term loans. These are the items changing the owner's equity and debt capital during an accounting year. അത് ചില ഐറ്റംസ് നോക്കുക. ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഷെയർസ് ഓർ അതർ സിമിലർ ഇൻസ്ട്രുമെൻറ്റ്സ്. ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാണ്, ഷെയർ പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യാണ്. പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയറുകൾ ആളുകൾ വാങ്ങും. ആളുകൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ്. നെക്സ്റ്റ്, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ദി ഇഷ്യൂ ഡിബഞ്ചേഴ്സ്, ലോൺസ്, നോട്ട്സ്, ബോണ്ട്സ് ആൻഡ് അതർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ് ഫണ്ട്. നമ്മൾ ബോറോയിങ്, നമ്മൾ ക്യാഷ് പ്രൊസീഡ്സ് നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറുകളും ബോണ്ടുകളും ലോണുകളൊക്കെ നമ്മൾ വിൽക്കുകയാണ്. വിൽക്കുന്ന സമയത്ത് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ട് കിട്ടുന്നു. നെക്സ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട്സ് ബോറോഡ് സച്ച് ആസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. നമ്മുടെ പബ്ലിക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഡിബഞ്ചേഴ്സൊക്കെ നമ്മൾ ഡിബഞ്ചേഴ്സിനുള്ള എമൗണ്ടൊക്കെ നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ദീസ് ആർ ദി ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് റിക്വയർസ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഇൻ അഡീഷൻ, income statement of current year and or additional information regarding sale of assets, depreciation provided, tax paid, etc. are also given. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റും അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് താഴെ പറയുന്ന സ്റ്റെപ്പിലൂടെയാണ്. പ്രിപ്പയർ ഓൾ നോൺ കറണ്ട് അക്കൗണ്ട്സ് ആൻഡ് അസർട്ടൈൻ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. നോൺ കറണ്ട് ഐറ്റം ഒക്കെ നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുകയാണ്. അതിൽ വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഫ്രം ദി കറണ്ട് ഇയർ. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുന്നു. മൂന്നാമത്തത്, പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഇൻ ടു ദി ബിസിനസ്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഫണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഫോളോയിങ് മെത്തേഡ്സ്. ഡയറക്റ്റ് മെത്തേഡിലൂടെയും ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയും നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ, അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് ഓൺ അക്കൗണ്ട്സ് ഓഫ് നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ആർ ആഡഡ് ആൻഡ് ഫ്രം ദീസ് ടോട്ടൽ ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഓപ്പറേഷൻസ് ആർ ഡിഡക്റ്റഡ്. നമ്മൾ ഈ സോഴ്സസ് ഓഫ് ഫണ്ടും അതുപോലെ റിസീപ്റ്റുകളും അതുപോലെ പേയ്മെൻറ്റുകളും അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ക്യാഷ് റിസീപ്റ്റ് ഫ്രം ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം ഓപ്പറേഷൻസ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത്? ക്യാഷ് സെയിൽസിലൂടെ കിട്ടുന്നു, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിലൂടെ കിട്ടുന്നു, റോയൽറ്റീസും കമ്മീഷനും റിസീവ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഫണ്ട് കിട്ടാറുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലെസ് ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ഓപ്പറേഷൻ, നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോകുന്നത്. ഇതുവരെയൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതാണ്. അതൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ക്യാഷ് സെയിൽസ് നടക്കുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് വരുന്ന സമയത്ത് ക്യാഷ് ഇൻഫ്ലോ ആണ്. റോയൽറ്റീസും കമ്മീഷനും ഫീയും റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ വരുന്ന സമയത്ത് അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ക്യാഷ് പർച്ചേസ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. ക്യാഷ് വേജസ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. അതായത് ഇൻഫ്ലോ എല്ലാം
നമ്മൾ ആഡ് ചെയ്യുകയും ഔട്ട്ഫ്ലോ എല്ലാം ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടുന്നു. ഇനി ഒരു എക്സാമ്പിൾ പരിശോധിച്ച് പോകാവുന്നതാണ്. ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ദി ക്യാഷ് ഫ്രം ഓപ്പറേഷൻ അണ്ടർ ദി ഡയറക്റ്റ് മെത്തേഡ്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, ഔട്ട്സ്റ്റാൻഡിങ്, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ്, പ്രീപെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, സെല്ലിംഗ് എക്സ്പെൻസസ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, നെറ്റ് പ്രോഫിറ്റ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇത്തരം ഐറ്റംസ് എല്ലാം വരുന്ന ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ അത് ആദ്യം തന്നെ ക്യാഷ് റിസീപ്റ്റ് ഫ്രം ഓപ്പറേഷൻ. ക്യാഷ് റിസീപ്റ്റ് നോക്കുക. ക്യാഷ് സെയിൽസ് ആയിട്ട് നമുക്ക് 3 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. പിന്നെ ക്യാഷ് പേയ്മെൻ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം ക്യാഷ് പേയ്മെൻ്റ് ആണ്. അതായത് ക്യാഷ് പർച്ചേസ്, വേജസ് കൊടുത്തു, സാലറീസ് കൊടുത്തു, റെൻറ്റ് കൊടുത്തു, ഓഫീസ് എക്സ്പെൻസ് കൊടുത്തു, സെല്ലിംഗ് എക്സ്പെൻസ് കൊടുത്തു. ഇതെല്ലാം കൂടെ പേയ്മെൻറ്റ് നടത്തിയ സമയത്ത് നമുക്ക് 1,98,000 രൂപ വന്നു. ആകെ ക്യാഷ് റിസീപ്റ്റ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുള്ളത് 3 ലാക്കാണ്. എന്നാൽ ക്യാഷ് ഔട്ട്ഫ്ലോ വന്നിട്ടുള്ളത് 1,98,000 റുപ്പീസാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 1,02,000 റുപ്പീസ് നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ആർ കാൽക്കുലേറ്റഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ non-operating and non-cash items like depreciation, provision for tax, loss on sale of assets, goodwill written off, preliminary expenses written off, and changes in current assets and current liabilities except cash and bank. Changes in current assets and liabilities results in notional inflow or notional outflow of cash. അതിലൂടെ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വരുന്നു. അവിടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നു. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ അവിടെ ആഡ് ചെയ്യുകയാണ്. നോൺ ക്യാഷ് ഐറ്റംസ് ആണ് ഡിപ്രിസിയേഷനും, പ്രൊവിഷൻ ഫോർ ടാക്സും, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സും, ഗുഡ്വിൽ റിട്ടേൺ ഓഫും, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ്വിൽ റിട്ടേൺ ഓഫ്, ഇതൊക്കെ നോൺ ക്യാഷ് ഐറ്റംസ് ആണ്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി അതിന് ഡിഡക്റ്റ് ചെയ്യുന്ന നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നോൺ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഐറ്റംസ് ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അതുപോലെ ക്യാഷ് ഓപ്പറേറ്റിംഗ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ മുമ്പുള്ള ഐറ്റംസ്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന് മുമ്പുള്ള ഐറ്റംസ്. അതിൻ്റെ കൂടെ നമ്മൾ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് നമ്മളവിടെ കാണിക്കുന്നു, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റും കാണിക്കുന്നു, അതുപോലെ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കാണിക്കുന്നു. അതിൽ നിന്നും ഇൻകം ടാക്സ് വരുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്കവിടെ കിട്ടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, അതായത് ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ് റേസ്ഡ്, ഇതൊക്കെ ഈ ഏരിയയൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. ഫ്രം ദി ഫോളോയിങ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് അഡീഷണൽ കാൽക്കുലേറ്റ് ക്യാഷ് ഇൻഫർമേഷൻ ഫ്രം ഓപ്പറേഷൻ ഫോർ ദി ഇയർ എൻഡിങ് 31st March 2012. ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിബഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. 2 വർഷത്തെ ഡാറ്റയാണ് തന്നത്, 11ലെയും 12ലെയും. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട് 25,000 രൂപ. ഡിപ്രിസിയേഷൻ ഫോർ പ്ലാന്റ് തന്നിട്ടുണ്ട് 12,000 രൂപ. ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് തന്നിട്ടുണ്ട് 2,000 രൂപ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡ്യൂറിങ് ദി ഇയർ മെഷീൻ കോസ്റ്റിംഗ് ₹10,000, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ₹3,000, വാസ് സോൾഡ് ഫോർ ₹5,000. 10,000 രൂപയുള്ള മെഷീനുകൾ നമ്മൾ വിറ്റിട്ടുണ്ട്. 5,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അതിൻ്റെ ഡിപ്രിസിയേഷൻ 3,000 രൂപയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
The provision for depreciation against machinery on 1/1/2011 was rupees 25,000 and on 31st December 2011 it was rupees 40,000. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടും നമ്മൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2011 അമൗണ്ടഡ് ടു rupees 45,000. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. മിഷനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. 1,05,000 രൂപയാണ് അതിൻ്റെ ബാലൻസ് ഉള്ളത് കഴിഞ്ഞ വർഷം. പിന്നീട് സെയിൽസ് നടന്നു, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ വന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ഓൺ സെയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് 95,000 രൂപയാണ് അവിടെ ബാലൻസ് ഷീറ്റിലേക്ക് അത് പിന്നെ മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടും വേണം. മിഷനറിയിൽ നിന്ന് പ്രൊവിഷൻ വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് ബാലൻസിങ് ഫിഗർ വന്നപ്പോൾ ബാലൻസിങ് ഫിഗറായിട്ട് 18,000 രൂപ വന്നിട്ടുണ്ട്. അതും നമ്മൾ മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റണം, കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നതാണ്. നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി 18,000 2,000 കൂടി കൂട്ടുമ്പോൾ 20,000 രൂപയായി. 20,000 രൂപ ഔട്ടർ കോളത്തിലേക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും 20,000 രൂപ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 45,000 രൂപയുടെ കൂടെ 20,000 രൂപയുടെ കൂടുന്ന സമയത്ത് നമുക്ക് 65,000 രൂപ എന്നുള്ള എമൗണ്ടിലേക്ക് വരും. അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഡിക്രീസ് ഇൻ സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ വന്ന ഡിക്രീസ്, ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. അങ്ങനെ 14,000 രൂപ നമ്മൾ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. 65,000 നിന്നും 14,000 രൂപ കുറക്കുന്ന സമയത്ത് 79,000 ഡിക്രീസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെസ് ചെയ്യല്ല, ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലെസ് ചെയ്യേണ്ടത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് ബിഫോർ പ്രോഫിറ്റ് നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡിക്രീസ് ഇൻ സ്റ്റോക്കും ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സും നമ്മളിവിടെ 14,000 രൂപ വന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയപ്പോൾ 79,000 രൂപയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ അത് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ 20,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 59,000 രൂപയായിട്ട് മാറുന്നു. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മളിവിടെ ചെയ്യുകയാണ്. സെയിൽ ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ലോൺ ഫ്രം ബാങ്ക്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഡ്രോയിങ് ബൈ ഡെപ്റ്റേഴ്സ്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ. അതിൽ വരുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യുന്നു. അത് ക്ലോസിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഈ എമൗണ്ട് അതിലേക്ക് വരണം. അതായത് 7,000 റുപ്പീസ് അതിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. ബാക്കി ഏരിയസ് എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആർ കോസ്റ്റ് അസർടൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടേം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അസർടൈൻമെൻറ്റും കോസ്റ്റ് കൺട്രോളുമാണ്. കോസ്റ്റ് അസർടൈൻമെൻറ്റും കോസ്റ്റ് കൺട്രോളും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇൻ ഓർഡർ ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹാസ് ഡെവലപ്ഡ് സർട്ടൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഈ കോസ്റ്റ് കൺട്രോളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റ് കൺട്രോളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാറുണ്ട് ഫോർ റിഡ്യൂസിങ് ദി കോസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അതിലൊന്നാണ് മാർജിനൽ കോസ്റ്റിംഗ്, മറ്റൊന്നാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ദീസ് ആർ ദി ടു ടൂൾസ് ഓർ ടെക്നിക്സ് ഫോർ reducing the cost of a product.
അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദ ടേം മാർജിനൽ കോസ്റ്റ് മീൻസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. നമ്മളൊരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രയാണ് നമുക്ക് അധികം വരുന്ന ചിലവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും കുറയുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ 2 സോപ്പ് ഉണ്ടാക്കാനുള്ള വിലയും ഒരു 500 സോപ്പ് ഉണ്ടാക്കാനുള്ള വിലയും ഓരോ സോപ്പിനും വേണ്ടിയിട്ട് വരുന്ന ചിലവുകളെന്ന് പറഞ്ഞാൽ 500 സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വില കുറവായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ബിഹൈൻഡ് ഇറ്റ്, നമ്മൾ ഇതിന് വേണ്ടി വരുന്ന ചിലവ് വളരെ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് തന്നെ കരുതുക. എങ്കിൽ ഒരു 10 സോപ്പ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 11ാമത്തെ ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് വരുന്ന ചിലവ് എത്രയാണ്? അതാണ് നമ്മൾ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന അഡീഷണൽ കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ കോസ്റ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്. നമ്മൾ നിലവിലുള്ള യൂണിറ്റിൽ നിന്നും ഒരു യൂണിറ്റും കൂടി അധികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന നമ്മൾ ഒരു യൂണിറ്റും കൂടി അഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന അഡീഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുക. മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് ഓൺലി മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ. നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റ് മാത്രം, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ആ പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത്. The cost of the output includes only variable cost. Fixed costs are not charged to output. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ആ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നില്ല. These are regarded as period cost. These are incurred for period. Therefore, these fixed costs are directly transferred to costing profit and loss account. നമ്മൾ CIMA നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദ അസർടൈൻമെൻറ്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ആൻഡ് ഓഫ് ദി എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ഔട്ട്പുട്ട് ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. Under marginal costing, it is assumed that all cost can be classified into fixed and variables. Fixed cost remains constant irrespective of the volume of output. ഈ വോളിയം ഓഫ് ഔട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ശരി, ഫിക്സഡ് കോസ്റ്റ് അവിടെ ഫിക്സഡ് തന്നെ ആയിരിക്കും, അവിടെ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് ഓരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചും വേരിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. ദ വേരിയബിൾ ഓർ മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് എന്നാണ് പറയാം. നോക്കുക, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ചില അസംഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓൾ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലിമെൻറ്റ്സ്. ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും വരാറുണ്ട്. സെമി വേരിയബിൾ കോസ്റ്റ് ആർ ആൾസോ സെഗ്രിഗേറ്റഡ് ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലമെൻറ്റ്സ്. സെമി വേരിയബിൾ കോസ്റ്റുകൾ നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റിലും വേരിയബിൾ കോസ്റ്റിലും കൂടി അടങ്ങിയിരിക്കുന്നതാണ്. ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ദി യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ഫോളോസ് എ ലീനിയർ റിലേഷൻ വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ്. ഈ സെയിൽസിലും വോളിയം ഓഫ് ഔട്ട്പുട്ടും ആയിട്ടൊക്കെ ഇതിന് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഒരു സെയിം പ്രൊപ്പോർഷനേറ്റ് വേരിയബിൾ ചേഞ്ചസ് ആണ് ഇവിടെ കണ്ടുവരാറുള്ളത്. നെക്സ്റ്റ് വൺ, ദ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. എല്ലാ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു.
ദീസ് ആർ ഇൻകേർഡ് ഫോർ എ പീരിയഡ് ആൻഡ് ഹാവ് നോ റിലേഷൻ വിത്ത് ഔട്ട്പുട്ട്. ഇതിന് ഔട്ട്പുട്ടുമായിട്ടൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ശരി, ഇതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. പക്ഷേ വേരിയബിൾ കോസ്റ്റ് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചും വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പ്രോഡക്റ്റ് കോസ്റ്റ് ആൻഡ് ആർ ചാർജ്ഡ് ടു ഔട്ട്പുട്ട്. നമ്മൾ ഈ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് പ്രോഡക്റ്റിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. മറ്റുള്ള ഫിക്സഡ് കോസ്റ്റ് അവിടെ പരിഗണിക്കാറില്ല എന്നുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആൻഡ് ആർ ഡയറക്ട്ലി ട്രാൻസ്ഫർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ആൾസോ valued at marginal cost and not at total cost. The relative profitability of product or department is based on the contribution it gives and not based on profit. It is also assumed that the selling price per unit remains the same, that is, any number of units can be sold at the current market price. The product or sales mix remains constant over a period of time. കൺസെപ്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. കോൺട്രിബ്യൂഷൻ ഈസ് എക്സസ് ഓഫ് സെയിൽസ് ഓവർ മാർജിനൽ കോസ്റ്റ്. സെയിൽസിൽ നിന്നും മാർജിനൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. സെയിൽസിൽ നിന്നും മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്ന അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി പ്രോഫിറ്റ്. ഇതിനൊരിക്കലും ഒരു പ്യൂർലി പ്രോഫിറ്റായിട്ട് നമ്മൾ കോൺട്രിബ്യൂഷനെ കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ റിക്കവറി ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് കോസ്റ്റ്. Fixed costs are first met out of the contribution and only the remaining amount is regarded as profit. Contribution is the index of profitability. ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആയിട്ട് മാത്രമാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഒരു പ്യുവർ പ്രോഫിറ്റ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. ഇറ്റ് ഹാസ് എ ഫിക്സഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിത്ത് സെയിൽസ്. ഫിക്സഡ് റിലേഷൻഷിപ്പ് വിത്ത് സെയിൽസ്. ലാർജർ ദ സെയിൽസ് മോർ വിൽ ബി ദി കോൺട്രിബ്യൂഷൻ ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ സെയിൽസിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺട്രിബ്യൂഷനും അവിടെ കൂടുന്നു എന്നുള്ളതാണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് മാർജിനൽ കോസ്റ്റ്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നൊക്കെ പറയും. മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് കാണുന്നതിൻ്റെ ഇക്വേഷൻ? സെയിൽസ് മൈനസ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതുപോലെ കോൺട്രിബ്യൂഷനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നും പറയാറുണ്ട്. ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് എന്നും പറയാറുണ്ട്. ഫിക്സഡ് കോസ്റ്റ് കിട്ടാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് എന്നും പറയാറുണ്ട്. ഇനി പ്രോഫിറ്റ് വോളിയം റേഷ്യോ, PV റേഷ്യോ എന്ന് പറയും. പ്രോഫിറ്റ് വോളിയം റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ. ബട്ട് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് ടു പ്രോഡക്ട്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനിടെ കോൺട്രിബ്യൂഷനിലൂടെ നമ്മൾ രണ്ട് പ്രോഡക്റ്റുകളെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ രണ്ട് പ്രോഡക്റ്റുകളെയോ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെയോ കമ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ അത്ര അക്യുറേറ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവരുന്നത്. Therefore the contribution is related to volume of sales. കോൺട്രിബ്യൂഷൻ അതിൻ്റെ വോളിയം ഓഫ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് കാൾഡ് കോൺട്രിബ്യൂഷൻ ഓർ സെയിൽസ് റേഷ്യോ ഓർ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അപ്പോൾ PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. PV റേഷ്യോ ഈസ് ഈക്വൽ ടു contribution divided by sales into 100. When the PV ratio is higher, profitability of the product will also be higher. അപ്പോൾ PV റേഷ്യോ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ PV റേഷ്യോ എന്നും പറയും. ആ ഒരു PV റേഷ്യോയുടെ ഇക്വേഷനിൽ നിന്നും ഡെവലപ്പ് ചെയ്യാവുന്ന ഒന്നാണ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. PV റേഷ്യോ കാൻ ആൾസോ ബി ഫൈൻഡ് ഔട്ട് ബൈ ദി ഫോളോയിങ് ഫോർമുല. നമ്മൾ PV റേഷ്യോക്ക് മറ്റൊരു ഫോർമുലയും കൂടി നമ്മൾ കാണാറുണ്ട്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100.
അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൺ സെയിൽസ് ഇൻറ്റു 100 എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മളിത് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ആ മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നു. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ്, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്, വേരിയബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, വേരിയബിൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നു. അതായത് സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ലെസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് ലെസ് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇതെല്ലാം കൂടെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നു. ആ മാർജിനൽ കോസ്റ്റ് ഈക്വേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നോക്കുക, ഇനി അടുത്തത് ഇതിൻ്റെ ഒരു പ്രോബ്ലം സൈഡ് നോക്കുക. യു ആർ ഗിവൺ ദി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ കമ്പനി ഫോർ ദി ഇയർ 2012. ഔട്ട്പുട്ട് 20,000 യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് 20,000 യൂണിറ്റ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 12 ആണ്. അപ്പോൾ അതിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 20,000 ഇൻറ്റു 12 ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ ₹5, ഡയറക്റ്റ് ലേബർ ₹2, വേരിയബിൾ ഓവർഹെഡ് ₹1, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 60,000. കാൽക്കുലേറ്റ് ടോട്ടൽ മാർജിനൽ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ്, PV റേഷ്യോ, ഇതെല്ലാം കണ്ടുപിടിക്കണം. ടോട്ടൽ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. 20,000 യൂണിറ്റിന് 12 രൂപ വെച്ചിട്ട് 2,40,000 രൂപ എന്ന് വരും. അത് മാർജിനൽ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. മെറ്റീരിയൽ 5 ആണ്. അതായത് 20,000 യൂണിറ്റിന് 5 രൂപ വെച്ചിട്ട് 1,00,000 രൂപ. 20,000 യൂണിറ്റിന് 2 രൂപ വെച്ചിട്ട് ലേബർ ചാർജ് 40,000 രൂപ. 20,000 യൂണിറ്റിന് 1 രൂപ വെച്ചിട്ട് 20,000 രൂപ എക്സ്പെൻസ് വരുന്നു. അപ്പോൾ അങ്ങനെ 2,40,000 നിന്നും 40ഉം 10ഉം 50ഉം 1,00,000, 1,40,000, 20ന് 1,60,000. അപ്പോൾ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് 1,60,000 ആണ്. 2,40,000 നിന്ന് 1,60,000 കുറച്ച് കഴിഞ്ഞാൽ 80,000 രൂപ. ദാറ്റ് ഈസ് പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റും കൂടെ എന്ന് പറയും. അപ്പോൾ സെയിൽസിൽ നിന്നും നമ്മൾ ടോട്ടൽ മാർജിനൽ കോസ്റ്റ് ആയിട്ടുള്ള 1,60,000 കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 80,000 രൂപ എന്ന് കിട്ടി. അതിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, ഫിക്സഡ് കോസ്റ്റ് 60,000 രൂപയാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നു. അതിൽ നിന്ന് നമ്മൾ PV റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 80,000 രൂപയാണ്, സെയിൽസ് എന്ന് പറഞ്ഞാൽ 2,40,000 രൂപയാണ്. അപ്പോൾ 33 1/3% ആയിട്ട് ആണ് PV റേഷ്യോ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു അപ്ലൈ ടു എ ഫേം. നമ്മളൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ദർ ഈസ് നോ ആർബിട്രറി അപ്പോർഷൻമെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഇൻ ദി സിസ്റ്റം. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലാതെ ഇവിടെ അപ്പോർഷൻമെൻറ്റ് നടക്കുന്നില്ല. വേരിയബിൾ കോസ്റ്റ് ആൾസോ പ്രിവെൻറ്റ്സ് ദി ഇല്ലീഗൽ ക്യാരി ഫോർവേഡ് ഇൻ സ്റ്റോക്ക് വാല്യുവേഷൻ ഓഫ് സം പ്രൊപ്പോർഷൻ ഓഫ് കറണ്ട് ഇയേഴ്സ് ഫിക്സഡ് അസറ്റ്. ഇവിടെ ഒരു ഇല്ലീഗൽ ക്യാരി ഫോർവേഡ് ഇവിടെ നടക്കുന്നില്ല. കാരണം വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ദ എഫക്റ്റ് ഓഫ് ഡിഫറൻറ്റ് സെയിൽസ് മിക്സ് ഓൺ പ്രോഫിറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ആൻഡ് മാനേജ്ഡ്. ക്യാൻ അഡോപ്റ്റ് ഓപ്റ്റിമം സെയിൽസ് മിക്സ് ഓപ്റ്റിമമായിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി കൺട്രോൾ ഓഫ് കോസ്റ്റ് ബൈ കോൺസെൻട്രേറ്റിംഗ് ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലൂടെ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. മാർജിനൽ കോസ്റ്റ് ഹെൽപ്സ് ഇൻ പ്രോഫിറ്റ് പ്ലാനിംഗ് ബൈ ബ്രേക്ക് ഈവൺ ആൻഡ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. It helps management to take a number of short-term decisions like pricing, output, closing down of department, sales mixes, make or buy decisions ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ടു പ്രോഡക്റ്റ്, output or process, and absorption costing variable and fixed cost to product, output or process
വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതിനെ പ്രോഡക്റ്റിലും പ്രോസസ്സിലും ഔട്ട്പുട്ടിലൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അബ്സോർപ്ഷൻ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒരുപോലെ പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ടിലും പ്രോസസ്സിലും ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ദർ ഈസ് നോ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ദേ ആർ ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിലെ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഓരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ പ്രോഡക്റ്റിലേക്ക് ഇത്ര ഫിക്സഡ് കോസ്റ്റ് വേണ്ടി വരുന്നു എന്നുള്ള തരത്തിലേക്കുള്ള അപ്പോർഷൻമെൻറ്റ് നടക്കുന്നില്ല. അത് നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. ബട്ട് ഫിക്സഡ് കോസ്റ്റ് ആർ അപ്പോർഷൻഡ് ആൻഡ് ചാർജ്ഡ് ടു ഔട്ട്പുട്ട് ഓർ പ്രോസസ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഫിക്സഡ് കോസ്റ്റ് ഇത്രത്തോളം ഓരോ പ്രോഡക്റ്റിനും വേണ്ടി വരുന്നു എന്നുള്ളത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ്, ഇൻവെൻ്ററീസ് ഓർ സ്റ്റോക്സ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ്. ഇൻവെൻ്ററി ഓർ സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിലാണ് ഇൻവെൻ്ററിയോ സ്റ്റോക്കൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ബട്ട് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ദേ ആർ വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റിലാണ് ഇവിടെ വാല്യൂ ചെയ്യുന്നത്. Under marginal costing, the profitability of a product or department is judged on the basis of contribution that it gives, but under absorption costing, it is judged on the basis of ultimate profit of it gives. നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഈ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയൊക്കെ മെഷർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഉണ്ടാവുന്നത്. Under marginal costing, profit is ascertained by deducting fixed cost from contribution, and under absorption costing, it is ascertained by deducting total cost from sales. Next, break-even analysis. Every business is interested in ascertaining the break-even point. It is the level of operation where total revenues or sales are equal to total cost. ഇവിടെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂയും കൂടി ഈക്വൽ ആവുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുക. ആ ഒരു പോയിൻറ്റിനെ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ദ കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് അറ്റ് ബ്രേക്ക് ഈവൻ ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ഒരു അവസ്ഥയെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുക. ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ആൽജബ്രിക് ഓർ ഗ്രാഫിക്കൽ മെത്തേഡ്സ്. ആൽജബ്രിക് മെത്തേഡ്സിലും ഗ്രാഫിക്കൽ മെത്തേഡ്സിലും നമ്മളത് പറയാറുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റും റവന്യൂവും തമ്മിൽ ഈക്വലായി നിൽക്കുന്നത്, അതാണ് ഇവിടെ നോക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഫോളോയിങ് ഫോർമുല. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ വാല്യൂ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്നും പറയാറുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് എന്നും പറയാറുണ്ട്. ആ ഇക്വേഷനിലൂടെയൊക്കെ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടെത്താൻ പറ്റും. അതുപോലെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100. നോക്കുക, അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ നോക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ വാല്യൂ. Given സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 12, ഫിക്സഡ് കോസ്റ്റ് 32,000. PV റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറയും. കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 12ഉം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 12ഉമാണ്. ദാറ്റ് ഈസ് 8 അപ്പോൾ ഇവിടെ സെയിൽസ് ഇൻറ്റു 100, 20 മൈനസ് 12 8 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് PV റേഷ്യോ എന്താ പറയുക? സെയിൽസ് ആണ് പറയുന്നത്. സെയിൽസ് ഇൻറ്റു 20. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 എന്ന് പറയും. അതായത് 40% ആണ് PV റേഷ്യോ ആയിട്ട് വരുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ്
ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 32,000 ആണ്. വേരിയബിൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 32,000 ഡിവൈഡ് ബൈ 4,000 എന്നാണ്. 32,000 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് 4,000 യൂണിറ്റ്. അപ്പോൾ 4,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് സെയിൽസോ ഈ ഒരു പ്രോഫിറ്റോ സെയിൽസോ ഇല്ലാത്ത ഒരവസ്ഥ, പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ഒരവസ്ഥ ആ സ്ഥാപനത്തിന് ഉണ്ടാവുകയുള്ളൂ. ബ്രേക്ക് ഇൻ പോയിൻ്റ് ഇൻ വാല്യൂസ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട് 32,000. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ 40 ആണ്. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ 40 ആണ് ഇൻറ്റു 100, അപ്പോൾ 80,000 എന്ന് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏരിയ വരുന്നത്. പിന്നെ ടാർഗറ്റ് പ്രോഫിറ്റ്. ദ ബ്രേക്ക് ഈവൻ അനാലിസിസ് ക്യാൻ ഗൈഡ് ആൻ ഓർഗനൈസേഷൻ ടു ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ എത്ര സെയിൽസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അതാണ് ടാർഗറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് എ സർട്ടൻ എമൗണ്ട്, എ സർട്ടൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സർട്ടൻ എമൗണ്ട്. ഒരു 50,000 രൂപ നമ്മൾ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യണം. ദ ഫേം ക്യാൻ ഡിസൈഡ് അപ്പോൺ ദ ടാർഗറ്റ് റിട്ടേൺ ഓൺ പ്രോഫിറ്റ് ഇൻ അഡ്വാൻസ്. ടു അച്ചീവ് ദിസ് പ്രോഫിറ്റ് എഫേർട്സ് വുഡ് ബി ടേക്കൺ ഇൻ ടു ഇൻക്രീസ് ദി വോളിയം ഓഫ് സെയിൽസ്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ്, എത്ര യൂണിറ്റ് നമ്മൾ സോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അല്ലെങ്കിൽ സെയിൽസ് വോളിയം റിക്വയർഡ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഈ ഒരു ഇക്വേഷൻ പ്രകാരമാണ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രം, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരവസ്ഥ വരും. എങ്കിൽ നമ്മളൊരു 10,000 രൂപ അഡീഷണൽ പ്രോഫിറ്റാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ ടാർഗറ്റ് പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രോഡക്റ്റ് എ ഈ സോൾഡ് അറ്റ് യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ₹40 ആൻഡ് വേരിയബിൾ കോസ്റ്റ് incurred per unit is ₹32. The firm's fixed cost are 40,000. Find out number of units to be produced to break even, the number of units to be sold to earn a profit of ₹10,000. നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുകയാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 40 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 32 ആണ്. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 8 പെർ യൂണിറ്റ് ആണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ടു ബ്രേക്ക് ഈവനിലേക്ക് എത്തണമെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് BEP ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 40,000 രൂപയാണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 8 ഈസ് ഈക്വൽ ടു 5,000 യൂണിറ്റ്. 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരവസ്ഥയിലെത്തുള്ളൂ. രണ്ടാമത്തത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എത്ര യൂണിറ്റ് നമ്മൾ അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്, അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000 ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ, ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 10,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 40,000 ആണ്. എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത്? 10,000 രൂപയാണ്. അതിൻ്റെ ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 6,250 യൂണിറ്റ്. അപ്പോൾ 1,250 യൂണിറ്റ് അഡീഷണൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് 10,000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇറ്റ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് വോളിയം, വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഇനി ഗ്രാഫിക്കൽ മെത്തേഡ്സിലൂടെ ഇത് കാണിക്കാറുണ്ട്. ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കുക. നമ്മൾ ആദ്യം ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാബുലർ ഫോമിലേക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. ബ്രേക്ക് ഈവൻ ചാർട്ട്. ഡ്രോ എ ബ്രേക്ക് ഈവൻ ചാർട്ട് യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 12, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 7, ഫിക്സഡ് കോസ്റ്റ് 2,000, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 800 യൂണിറ്റ്സ്.
അപ്പോൾ യൂണിറ്റ് 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ കോസ്റ്റ് 1400, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും സെയിൽസും ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷനിൽ നമുക്ക് 200 യൂണിറ്റ്, 400 യൂണിറ്റ്, 800, 600 യൂണിറ്റ്, 800 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 800 യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് 2000 രൂപയാണ്. അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് നോക്കുക, വേരിയബിൾ കോസ്റ്റ് 7 ആണ്. അപ്പോൾ 200 ഇൻറ്റു 7 1400, 400 ഇൻറ്റു 7 2800, 600 ഇൻറ്റു 7 4200, 800 ഇൻറ്റു 7 5600. ഇതാണ് ഇതിൻ്റെ വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് 3400, 3400, 4200, 7600. സെയിൽസ് 2000 നോക്കുക. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നോക്കുക, 800 യൂണിറ്റ് ഇൻറ്റു 200 യൂണിറ്റ് ഇൻറ്റു 12, 200 യൂണിറ്റ്സ് ഇൻറ്റു 12 2400, 400 യൂണിറ്റ് ഇൻറ്റു 12 4800, 600 യൂണിറ്റ് ഇൻറ്റു 12 7200, 800 യൂണിറ്റ് ഇൻറ്റു 12 9600. ഇതിൻ്റെ എക്സും വൈയുമായിട്ട് നമ്മൾ ഇതിനെ കാണണം, ഔട്ട്പുട്ടും സെയിൽസുമായിട്ട് ഇതിനെ കാണണം. നമ്മളിതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് ലൈന്, വേരിയബിൾ കോസ്റ്റ് ലൈനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പോയിൻ്റ് ബി എന്നുള്ളൊരു പോയിൻ്റ് ഇവിടെ കാണുന്നുണ്ട്. ആ പോയിൻ്റാണ് ഇവിടെ ബ്രേക്ക് ഈവൻ. നോക്കുക, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിൻ്റെ ഒക്കെ ലൈൻ ഇവിടെ കാണുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈനുകൾ ഇവിടെ കാണുന്നുണ്ട്. ബി എന്നുള്ള പോയിൻ്റ്, ആ പോയിൻ്റ് എക്സും വൈയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ആ പോയിൻ്റ് അത്രയും പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരവസ്ഥ വരൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഏരിയ ഒക്കെ, മുകളിലേക്ക് പോകുന്ന ഏരിയ ഒക്കെ പ്രോഫിറ്റാണ്. ഇനി അതിൻ്റെ താഴേക്കാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ലോസ് ഏരിയ ആണ് വരിക എന്നുള്ളതാണ്. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ കോസ്ഡ് ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് ദി ടോട്ടൽ സെയിൽസ് ലൈനാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഈ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ പ്രോഫിറ്റ് ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന ഏരിയ, ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള മോഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ഒരവസ്ഥ വരും. അവിടെ നിന്ന് അങ്ങോട്ട് എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതുവരെയുള്ള ഏരിയ മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. അത് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി റെപ്രസെൻറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദി ബിസിനസ്. സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത് ആണ്. അതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് എത്ര രൂപയുടെ പ്രോഫിറ്റ് നമുക്ക്, എത്ര രൂപയുടെ സെയിൽസ് നമുക്ക് നടത്താൻ പറ്റിയോ ആ ഏരിയയെ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. അത് സേഫ് സോണാണ്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്നാണ് പറയുക. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ്. ഹയർ മാർജിൻ ഓഫ് സേഫ്റ്റി ബെറ്റർ ദ പൊസിഷൻ ഓഫ് ദി ഫേം. ആ മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ സ്ഥാപനത്തിന് ഗുണകരമായിട്ടും ബെറ്റർ പൊസിഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. മറ്റൊരു ഇക്വേഷൻ, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ. നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഇതാണ്. കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി ഫ്രം ദി ഫോളോയിങ്. സെയിൽസ് 50,000 യൂണിറ്റ് അറ്റ് ₹6 പെർ യൂണിറ്റ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് 6 പെർ യൂണിറ്റ്. പ്രൈം കോസ്റ്റ് 3 പെർ യൂണിറ്റ്. വേരിയബിൾ ഓവർഹെഡ് 1 പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് 75,000 പെർ ആനം. അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. BEP, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 6ഉം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 4ഉമാണ്. പ്രൈം കോസ്റ്റും വേരിയബിൾ ഓവർഹെഡും കൂടി കൂട്ടിയതാണ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ആയിരിക്കും. അത് 75,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 37,500 യൂണിറ്റ്സ്. അതായത് BEP, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ് 37,500 യൂണിറ്റാണ്. 37,500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ
പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരവസ്ഥ വരും. BEP ഇൻ വാല്യൂ, അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ആണോ 37,500 യൂണിറ്റ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2,25,000 എന്ന് കിട്ടും. അപ്പോൾ 2,25,000 രൂപയുടെ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് ആണ്. ആക്ച്വൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഇവിടെ തന്നിട്ടുണ്ട് 50,000 ഇൻറ്റു 6, 5, 6, 30, 30,000 രൂപ, 3 ലക്ഷം രൂപ അല്ലേ, 3 ലക്ഷം രൂപ, അതായത് 3,000 മൈനസ് BEP സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 2,25,000. അപ്പോൾ 3 ലക്ഷം മൈനസ് 2,25,000 ഈസ് ഈക്വൽ ടു 75,000 രൂപ. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 75,000 രൂപ നമ്മുടെ സേഫ് സോണിലാണ് ഉണ്ടാവുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. അതിവിടെ ദ ഫോളോയിങ് ഡാറ്റ ഹാവ് ബീൻ ഒബ്റ്റൈൻഡ് ഫ്രം ദി റെക്കോർഡ്സ് ഓഫ് ദി മാനുഫാക്ചറിംഗ് ഫേം. സെയിൽസ് 2 പീരീഡിലെ സെയിൽസ് ആണ് തന്നിട്ടുള്ളത്. സെയിൽസ് 33 lakh എന്നും രണ്ടാമത്തെ പീരീഡിൽ 3,20,000 എന്നും, ടോട്ടൽ കോസ്റ്റ് 2,60,000 എന്നും 2,72,000 എന്നും തന്നിട്ടുണ്ട്. ഇതൊന്ന് കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 3,60,000, സെയിൽസ് റിക്വയർഡ് ചെയ്യാണ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് അവിടെ ആദ്യം കാണേണ്ടത്. അതുപോലെ PV റേഷ്യോ നോക്കുക. PV റേഷ്യോ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. PV റേഷ്യോ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് ആണ്. അപ്പോൾ 2 വർഷത്തെയും 2 പീരീഡിലെയും പ്രോഫിറ്റിൻ്റെ ചേഞ്ചസ് എത്രയും നോക്കുക. 48,000 മൈനസ് 40,000, 8,000. ചേഞ്ചസ് ഇൻ സെയിൽസ് 3,20,000 മൈനസ് 3 ലക്ഷം, 20,000. അതാണ് ചേഞ്ചസ്. അപ്പോൾ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് എത്രയാണ്? 8,000. PV റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് 8,000 ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് 20,000 ഇൻറ്റു 100, അപ്പോൾ 40,000 ആണ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. പീരീഡ് 1 സെയിൽസ് 3 lakh ആണ് ഇൻറ്റു PV റേഷ്യോ 40%, 1,20,000 രൂപ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് കിട്ടിയത് 1,20,000, അതിൽ നിന്നും 4,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 8,000 രൂപ. അതുപോലെ BEP ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. 8,000 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100, അതായത് അവിടെ PV റേഷ്യോയുടെ പെർസെൻറ്റേജ് ആണ് പറയുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപ. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ റുപ്പീസ് 3,60,000, 3,60,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് ഉണ്ടായിരിക്കണം? അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 3,60,000 ഇൻറ്റു 40/100, 1,40,000. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. 1,40,000 മൈനസ് 80,000 ഈസ് ഈക്വൽ ടു 64,000. മറ്റൊന്ന് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 50,000. 50,000 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തിയിട്ടുണ്ടായിരിക്കണം? അപ്പോൾ കോൺട്രിബ്യൂഷൻ റിക്വയർഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഏൺഡ്. 80,000 ആണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, 50,000 രൂപ കിട്ടണം. അങ്ങനെ 1,30,000. അപ്പോൾ സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ റിക്വയർഡ് ഡിവൈഡ് ബൈ PV റേഷ്യോ. 1,30,000 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100, 3,25,000 രൂപ. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഈസ് എ പോയിൻ്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് ദർ ഈസ് നോ ലോസ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഇതൊക്കെയാണ്. This is our paper for 5th semester BCom and BBA Accounting for Management. Thank you.